ഇപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ആര്യ ആനന്ദ്. നിങ്ങൾക്ക് സൂമിൽ ഇപ്പോൾ അച്ഛൻ്റെ പേരായിരിക്കും കാണുന്നത്. ഓക്കെ, ഒരുമാതിരി എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കുന്നു. ഞാൻ നമ്മുടെ എഡ്യൂസ്കിൽ അഡ്മിൻ പാനലിലെ ഒരു മെമ്പറാണ്. അപ്പം ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന റീഡിംഗ് പാർട്ട് എ ആണ്. ഇന്നലെ ഓൾറെഡി ഒരു സെഷൻ കംപ്ലീറ്റ് ചെയ്തതാണ്. സോ ഇന്നൊരു ഡേ 2 ആണ്. ഓക്കെ, റീഡിംഗ് പാർട്ട് എയുടെ പുതിയ ബാച്ചിനുള്ള രണ്ടാമത്തെ സെഷനാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞു എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളൊരു റീഡിംഗ് പാർട്ട് എ കിട്ടിയാൽ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇന്ന് നിങ്ങൾ അതനുസരിച്ച് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മെറ്റീരിയൽ എങ്ങനെ ആ 15 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നിങ്ങൾ നോക്കേണ്ടത്. അപ്പം ഇന്നലെ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ, കുറേ സ്ട്രാറ്റജീസ് പറഞ്ഞു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇന്ന് നമുക്ക് നോക്കാം എന്താ സംഭവിക്കാം. ഓക്കെ, so let me share my screen. എല്ലാവർക്കും once again welcome to EduSkills International. Okay, day 2 of reading part E. സോ നമ്മൾ ഇന്നലെ പറഞ്ഞു നമുക്കൊരു റീഡിംഗ് പാർട്ട് എയുടെ മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം. ഒരു എയിൽ 4 ടെക്സ്റ്റ് ഉണ്ടാവും, ടെക്സ്റ്റ് A, B, C and D. ഓക്കെ, അതിന് ഒരു തീം ഉണ്ടായിരിക്കും. പിന്നെ ഈ റീഡിംഗ് പാർട്ട് എയിൽ എല്ലാ റീഡിംഗ് പാർട്ട് എയിലും നിങ്ങൾക്ക് കിട്ടുന്നത് 1 to 20 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ടോട്ടൽ 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് 15 മിനിറ്റിനുള്ളിലാണ്. പക്ഷേ ആസ് എൻ എഡ്യൂസ്കിൽ ആസ്പിരന്റ് നിങ്ങൾ നിങ്ങളുടെ റീഡിംഗ് പാർട്ട് എ കംപ്ലീറ്റ് ചെയ്യേണ്ടത് 10 to 12 മിനിറ്റ്സിനുള്ളിലാണ്. ഓക്കെ, ദെൻ ഇന്നലെ പറഞ്ഞു നമ്മൾ ഗ്രേറ്റസ്റ്റ് എനിമി അല്ലെങ്കിൽ ചലഞ്ച് എന്ന് പറയുന്നത് ടൈമാണ്. ഇപ്പം ടൈമിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും? എല്ലാവരുടെയും പ്രശ്നമാണ് ടൈമിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അത് എന്തുകൊണ്ടാണ്? നമ്മൾ കോമ്പിറ്റന്റ് അല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് പ്രോപ്പറായിട്ട് അറിയാം എന്നുണ്ടെങ്കിൽ 15 മിനിറ്റിനുള്ളിൽ തീർച്ചയായിട്ടും നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ കോമ്പിറ്റന്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൺഫ്യൂഷനിലാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ടൈം ഒരു പ്രശ്നമായിട്ട് വരും. പക്ഷേ ഈ പ്രശ്നങ്ങളൊന്നും നമുക്കില്ല. നമുക്കറിയാം ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ടെക്സ്റ്റ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ടെക്സ്റ്റ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ക്വസ്റ്റ്യൻ നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് അത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം എങ്ങനെയാണെന്ന് അറിയാമെങ്കിൽ ഈ ടൈം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഫാക്ടർ ആവില്ല നിങ്ങൾക്ക്. ഓക്കെ, ഇനി എക്സ്പെഡീഷ്യസ് റീഡിംഗ് അല്ലെങ്കിൽ ഫാസ്റ്റ് റീഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഓടിച്ച് വായിക്കുക എന്ന് പറയും. അതായത് കംപ്ലീറ്റ് ആയിട്ട് വായിക്കുവല്ല, നമ്മൾ മൊത്തത്തിൽ വായിക്കുവല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ചു പോകുന്നതേ ഉള്ളൂ. നമ്മൾ ഒരിക്കലും അത് കംപ്ലീറ്റ് ആയിട്ട് ഈ 4 ടെക്സ്റ്റും നിങ്ങൾക്ക് വായിച്ച് തീർക്കാൻ പറ്റത്തില്ല. കാര്യം ആകെ 15 മിനിറ്റേ ഉള്ളൂ. നിങ്ങൾ ഈ 4 ടെക്സ്റ്റും വായിച്ച് കഴിയുമ്പോഴത്തേനും ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് വായിക്കുവാണെങ്കിൽ നിങ്ങളൊരു നന്നായിട്ട് വായിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു 6 to 7 മിനിറ്റ്സ് വായിക്കാൻ തന്നെ എടുക്കും. അപ്പോൾ അതല്ല ഇവിടെ നടക്കുന്നത്, പെട്ടെന്ന് വായിച്ചു പോവാന്നുള്ളതാണ്. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ എക്സ്പെക്റ്റഡ് സ്കോർ അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ബാൻഡ് അല്ലെങ്കിൽ ഗ്രേഡ് എന്താണ്? ആസ് ആൻ എഡ്യൂസ്കിൽ ആസ്പിരന്റ് എന്തായിരിക്കണം നിങ്ങളുടെ എക്സ്പെക്റ്റഡ് സ്കോർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 450 to 500 ആയിരിക്കണം. അതായത് ഇതുപോലെ നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ ആയിരിക്കണം, 450 അല്ലെങ്കിൽ 500 അതിനകത്തായിരിക്കണം എന്ന് നിങ്ങൾ വിചാരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു സ്കോർ അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ എപ്പോഴും എനിക്ക് ബി ഗ്രേഡ് മതി, സോ എനിക്കൊരു എന്താ പറയുക 350 മതി, അതിനപ്പുറത്തേക്ക് എനിക്ക് അങ്ങോട്ടും വേണ്ട ഇങ്ങോട്ടും വേണ്ട, കറക്റ്റ് 350 മതി എന്നാണ് നമ്മൾ എല്ലാവരും വിചാരിക്കുന്നത്. എനിക്ക് അത്രയ്ക്ക് അത്യാഗ്രഹമൊന്നുമില്ല, സോ അതുകൊണ്ട് എനിക്ക് കറക്റ്റ് 350 മതി എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? നിങ്ങൾ 20 നിൽക്കും, അല്ലെങ്കിൽ 300 നിൽക്കും, 280 പോകും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് എപ്പോഴും ചിന്തിക്കുന്നത് നിങ്ങൾക്ക് 450 എബവ് അല്ലെങ്കിൽ 450 to 500 ആയിരിക്കണം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത്. ആൻഡ് ഫോർ ദാറ്റ് യു നീഡ് ടു സ്കോർ 20 out of 20. ഇത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ്. സോ റീഡിംഗ് പാർട്ട് എ ഇൻ 10 മിനിറ്റ്സ്, ഇതാണ് നമ്മളുടെ ഇത്. ഓക്കെ, സോ നമ്മൾ വിചാരിക്കുന്നത് എല്ലാ റീഡിംഗ് പാർട്ട് എയും 10 മിനിറ്റ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. സോ സ്റ്റെപ്പ് 1 ബിഗിൻ വിത്ത് നമ്മൾ ഇന്നലെ പറഞ്ഞു സ്കിമ്മ് ചെയ്യണം. സ്കിമ്മ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഓടിച്ച് വായിക്കുക. ഓടിച്ച് വായിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിൽ എന്തൊക്കെ കാണുന്നോ അത് നിങ്ങൾ
അണ്ടർലൈൻ ചെയ്യുക. അപ്പോൾ അണ്ടർലൈൻ ചെയ്യുമ്പോൾ ഇതൊക്കെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് മാത്രം. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം, പക്ഷേ അതിൽ ഇതെല്ലാം ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ടൈറ്റിൽ ഉണ്ടാവും, അതായത് നിങ്ങൾക്ക് ഒരു റീഡിംഗ് പാർട്ടേ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിനൊരു ടൈറ്റിൽ ഉണ്ടാവും. പിന്നെ സെക്ഷൻ ഹെഡിങ്സ് ഉണ്ടാവും, സബ് ഹെഡിങ് ഉണ്ടാവും, നെയിം ഉണ്ടാവാം, നമ്പർ ഉണ്ടാവാം, പെർസെൻറ്റേജസ് ഉണ്ടാവാം, സീക്വൻഷ്യൽ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഫ്രീക്വൻസി എക്സ്പ്രഷൻസ്. അതായത് എന്താ ഈ സീക്വൻഷ്യൽ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഫ്രീക്വൻസി എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് വരുന്നത്? ഇപ്പം നമ്മൾ പറയുകയാണ് ഫസ്റ്റ് ഓഫ് ഓൾ അല്ലെങ്കിൽ ഫേസ്റ്റ്ലി, സെക്കൻഡ്ലി, തേർഡ്ലി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുവാണ്, ഒരു ഓർഡറിൽ പറഞ്ഞു പോവാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്കെയില്, പിന്നെ അഡ്ജക്റ്റീവ്സ്, നെഗറ്റീവ് എക്സ്പ്രഷൻസ്, ഇതൊക്കെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം എന്ന് വിചാരിച്ച് ഒരിക്കലും ഇതിനെല്ലാം വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് വായിക്കരുത്. നിങ്ങൾ നോക്കുന്ന സമയത്ത്, നിങ്ങൾ ജസ്റ്റ് ഓടിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതൊക്കെ കാണുവാണെങ്കിൽ നിങ്ങൾ മാർക്ക് ചെയ്യുക, കണ്ടില്ലെങ്കിൽ മാർക്ക് ചെയ്യണ്ട. പക്ഷെ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ എവിടെയെങ്കിലും ഒരു മോഡൽ വെർബ് ഉണ്ടോ, അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒരു സ്കെയിൽ ഉണ്ടോ എന്ന് പറഞ്ഞ് പോയി തപ്പേണ്ട കാര്യമില്ല. ഓക്കെ, സോ അതിനായിട്ട് നിങ്ങൾ പോയി തപ്പി പിടിക്കണ്ട. നിങ്ങൾ ജസ്റ്റ് സ്കിം ചെയ്ത് പോകുന്ന സമയത്ത്, നിങ്ങൾ ജസ്റ്റ് ഓടിച്ച് വായിച്ച് പോകുന്ന സമയത്ത് ആണെങ്കിൽ നിങ്ങളത് മാർക്ക് ചെയ്യുക. ഫൈൻ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോക്കസ് ഓഫ് ഈച്ച് ടെക്സ്റ്റ്. നമ്മൾ പറഞ്ഞു ഇത് ഓരോ ടെക്സ്റ്റും നമ്മൾ സ്കിം ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഒരു ഹെഡിങ് കൊടുക്കണം ടെക്സ്റ്റിന്. ടെക്സ്റ്റിൽ ഒരു ഹെഡിങ് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. പക്ഷേ നിങ്ങൾ എപ്പോഴും ഒരു ടെക്സ്റ്റ് വായിച്ചു കഴിയുമ്പോൾ, അതായത് ടെക്സ്റ്റ് വായിച്ചു കഴിയുമ്പോൾ അതിനെന്താണ് ഹെഡിങ് നിങ്ങൾക്ക് മനസ്സിലായത്, അതിനകത്ത് എന്താണ് ഇൻക്ലൂഡ് ആയിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നത്, അത് വെച്ചിട്ട് നിങ്ങളുടേതായ രീതിയിൽ ഹെഡിങ് കൊടുക്കുക. എന്ത് കൊടുത്താൽ എനിക്കിത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അത് നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, ഇപ്പൊ ഞാനൊരു ഇത് പറഞ്ഞു തരുവാണ് എന്ന് വെച്ചാൽ അത് തന്നെ നിങ്ങൾ അടുത്ത എന്താ നിങ്ങൾ സ്കിം ചെയ്യുമ്പോഴും നിങ്ങൾ അതേ ഹെഡിങ് തന്നെ എഴുതണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ശബരി കൊടുത്തിരിക്കുന്ന ഹെഡിങ് ആയിരിക്കണമെന്നില്ല നിഷ കൊടുക്കുന്നതായിരിക്കത്തില്ല അടുത്ത ആൾ കൊടുക്കുന്നത്. സോ ഒരിക്കലും എല്ലാം സെയിം ആയിരിക്കില്ല, പക്ഷെ ആ ഐഡിയ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഐഡിയ ഒന്ന് തന്നെ ആയിരിക്കും, കൊടുക്കുന്ന വാക്കുകളിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായേക്കും. ഓക്കെ, ഫൈൻ. ഇനി ഇന്നത്തെ ടോപ്പിക് ഡയബറ്റിക് ഫുഡ് അൾസർ ആണ് നമ്മുടെ ടോപ്പിക്. അപ്പം ഡയബറ്റിക് ഫുഡ് അൾസർ, ഇത് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നത് മെഡിക്കൽ കണ്ടീഷൻസ് ആയിരിക്കും. സോ മോസ്റ്റ് ഓഫ് ദ കണ്ടീഷൻസ് നമുക്ക് ഓൾറെഡി അറിയായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് എന്താണെന്ന് അറിയത്തില്ലെങ്കിലും ഇതിനൊരു ഐഡിയ ഉണ്ട്. അതായത് ഇതെന്തായിരിക്കും. ഇപ്പൊ ഡയബറ്റിക് ഫുഡ് അൾസർ എന്ന് പറയുമ്പോൾ കാലിലുള്ള സംഭവമാണെന്നെങ്കിലും നമുക്ക് മനസ്സിലാവുമല്ലോ. ഇപ്പം ചിലർ പറയും എനിക്ക് അത്രയ്ക്ക് മെഡിക്കൽ നോളജ് ഇല്ല. ഇപ്പം എന്ത് മെഡിക്കൽ നോളജ് ഇല്ലെങ്കിലും ഇപ്പൊ ഡയബറ്റിക് ഫുഡ് അൾസർ എന്ന് പറയുമ്പോൾ ഫുഡുമായിട്ട് റിലേറ്റഡ് ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെ? അപ്പം അത്രയും ഒരു സംഭവം നമ്മുടെ തലയിൽ കൂടെ പോയാൽ മാത്രം മതി. വലിയ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് അറിയണമെന്നൊന്നുമില്ല. ഓക്കെ, സോ എല്ലാവരും നിങ്ങളുടെ മെറ്റീരിയൽ ഓപ്പൺ ചെയ്യാം. ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ടെക്സ്റ്റ് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഒരു ഹെഡിങ്ങും കൊടുത്തിട്ടില്ല, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ടെക്സ്റ്റ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, അല്ലേ? ടെക്സ്റ്റ് എയിൽ അസസിങ് ഡയബറ്റിക് ഫുഡ് അൾസർ എന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ടെക്സ്റ്റ് ബിയിൽ അപ്ലൈയിങ് ഡ്രസ്സിംഗ് ടു ഡയബറ്റിക് ഫുഡ് അൾസർ പറഞ്ഞിട്ടുണ്ട്. ടെക്സ്റ്റ് സിയിൽ ഡെബ്രിറ്റ്മെന്റ് ഓഫ് ഡയബറ്റിക് ഫുഡ് അൾസർ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ടെക്സ്റ്റ് ഡിയിൽ പറഞ്ഞിരിക്കുന്ന ഡ്രസ്സിംഗ് ഫോർ ഡയബറ്റിക് ഫുഡ് അൾസേഴ്സ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഓരോ ടെക്സ്റ്റും ഓടിച്ചു വായിക്കുക. അതിനകത്ത് എന്തൊക്കെ വേർഡ്സ് നമ്മൾ പറഞ്ഞ ക്ലൂസ് ഒക്കെ ഉണ്ടെങ്കിൽ കാണുവാണെങ്കിൽ അടയാളപ്പെടുത്തുക, ജസ്റ്റ് അണ്ടർലൈൻ ചെയ്യുക. എന്നിട്ട് ആ ടെക്സ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ആ ടെക്സ്റ്റ് പേര് കൊടുക്കുക. ഓക്കെ, ഫൈൻ. സോ ഇപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ആര്യ ആനന്ദ്. നിങ്ങൾക്ക് സൂമിൽ ഇപ്പോൾ അച്ഛൻ്റെ പേരായിരിക്കും കാണുന്നത്. ഓക്കെ, ഒരുമാതിരി എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കുന്നു. ഞാൻ നമ്മുടെ എഡ്യൂസ്കിൽ അഡ്മിൻ പാനലിലെ ഒരു മെമ്പറാണ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന റീഡിംഗ് പാർട്ട് എ ആണ്. ഇന്നലെ ഓൾറെഡി ഒരു സെഷൻ കംപ്ലീറ്റ് ചെയ്തതാണ്. സോ ഇന്നൊരു ഡേ 2 ആണ്. ഓക്കെ, റീഡിംഗ് പാർട്ട് എയുടെ പുതിയ ബാച്ചിനുള്ള രണ്ടാമത്തെ സെഷനാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞു എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളൊരു റീഡിംഗ് പാർട്ട് എ കിട്ടിയാൽ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇന്ന് നിങ്ങൾ അതനുസരിച്ച് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മെറ്റീരിയൽ എങ്ങനെ ആ 15 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നിങ്ങൾ നോക്കേണ്ടത്. അപ്പം ഇന്നലെ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു, അല്ലേ? കുറേ സ്ട്രാറ്റജീസ് പറഞ്ഞു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇന്ന് നമുക്ക് നോക്കാം എന്താ സംഭവിക്കാം. ഓക്കെ, സോ ലെറ്റ് മീ ഷെയർ മൈ സ്ക്രീൻ. അപ്പം എല്ലാവർക്കും once again, welcome to EduSkills International. Okay, day 2 of reading part E.
സോ നമ്മൾ ഇന്നലെ പറഞ്ഞു നമുക്കൊരു റീഡിംഗ് പാർട്ട് എയുടെ മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം. ഒരു എയിൽ 4 ടെക്സ്റ്റ് ഉണ്ടാവും. ടെക്സ്റ്റ് A, B, C and D. ഓക്കെ, അതിന് ഒരു തീം ഉണ്ടായിരിക്കും. പിന്നെ ഈ റീഡിംഗ് പാർട്ട് എയിൽ, എല്ലാ റീഡിംഗ് പാർട്ട് എയിലും നിങ്ങൾക്ക് കിട്ടുന്നത് 1 to 20 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ടോട്ടൽ 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് 15 മിനിറ്റിനുള്ളിലാണ്. പക്ഷേ ആസ് എൻ എഡ്യൂസ്കിൽ ആസ്പിരന്റ് നിങ്ങൾ നിങ്ങളുടെ റീഡിംഗ് പാർട്ട് എ കംപ്ലീറ്റ് ചെയ്യേണ്ടത് 10 to 12 മിനിറ്റ്സിനുള്ളിലാണ്. ഓക്കെ, ദെൻ ഇന്നലെ പറഞ്ഞു നമ്മൾ ഗ്രേറ്റസ്റ്റ് എനിമി അല്ലെങ്കിൽ ചലഞ്ച് എന്ന് പറയുന്നത് ടൈമാണ്. അപ്പം ടൈമിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും? എല്ലാവരുടെയും പ്രശ്നമാണ് ടൈമിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അത് എന്തുകൊണ്ടാണ്? നമ്മൾ കോമ്പിറ്റന്റ് അല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് പ്രോപ്പറായിട്ട് അറിയാം എന്നുണ്ടെങ്കിൽ 15 മിനിറ്റിനുള്ളിൽ തീർച്ചയായിട്ടും നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ കോമ്പിറ്റന്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൺഫ്യൂഷനിലാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ടൈം ഒരു പ്രശ്നമായിട്ട് വരും. പക്ഷേ ഈ പ്രശ്നങ്ങളൊന്നും നമുക്കില്ല. നമുക്കറിയാം ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ടെക്സ്റ്റ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ടെക്സ്റ്റ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ക്വസ്റ്റ്യൻ നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് അത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം എങ്ങനെയാണെന്ന് അറിയാമെങ്കിൽ ഈ ടൈം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഫാക്ടർ ആവില്ല നിങ്ങൾക്ക്. ഓക്കെ, ഇനി എക്സ്പെഡീഷ്യസ് റീഡിംഗ് അല്ലെങ്കിൽ ഫാസ്റ്റ് റീഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഓടിച്ച് വായിക്കുക എന്ന് പറയും. അതായത് കംപ്ലീറ്റ് ആയിട്ട് വായിക്കുവല്ല, നമ്മൾ മൊത്തത്തിൽ വായിക്കുവല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ചു പോകുന്നതേ ഉള്ളൂ. നമ്മൾ ഒരിക്കലും അത് കംപ്ലീറ്റ് ആയിട്ട് ഈ 4 ടെക്സ്റ്റും നിങ്ങൾക്ക് വായിച്ച് തീർക്കാൻ പറ്റത്തില്ല. കാര്യം ആകെ 15 മിനിറ്റേ ഉള്ളൂ. നിങ്ങൾ ഈ 4 ടെക്സ്റ്റും വായിച്ച് കഴിയുമ്പോഴത്തേനും ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് വായിക്കുവാണെങ്കിൽ നിങ്ങളൊരു നന്നായിട്ട് വായിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു 6 to 7 മിനിറ്റ്സ് വായിക്കാൻ തന്നെ എടുക്കും. അപ്പോൾ അതല്ല ഇവിടെ നടക്കുന്നത്, പെട്ടെന്ന് വായിച്ചു പോവാന്നുള്ളതാണ്. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ എക്സ്പെക്റ്റഡ് സ്കോർ അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ബാൻഡ് അല്ലെങ്കിൽ ഗ്രേഡ് എന്താണ്? ആസ് ആൻ എഡ്യൂസ്കിൽ ആസ്പിരന്റ് എന്തായിരിക്കണം നിങ്ങളുടെ എക്സ്പെക്റ്റഡ് സ്കോർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 450 to 500 ആയിരിക്കണം. അതായത് ഇതുപോലെ നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ ആയിരിക്കണം, 450 അല്ലെങ്കിൽ 500 അതിനകത്തായിരിക്കണം എന്ന് നിങ്ങൾ വിചാരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു സ്കോർ അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ എപ്പോഴും എനിക്ക് ബി ഗ്രേഡ് മതി, സോ എനിക്കൊരു എന്താ പറയുക 350 മതി, അതിനപ്പുറത്തേക്ക് എനിക്ക് അങ്ങോട്ടും വേണ്ട ഇങ്ങോട്ടും വേണ്ട, കറക്റ്റ് 350 മതി എന്നാണ് നമ്മൾ എല്ലാവരും വിചാരിക്കുന്നത്. എനിക്ക് അത്രയ്ക്ക് അത്യാഗ്രഹമൊന്നുമില്ല, സോ അതുകൊണ്ട് എനിക്ക് കറക്റ്റ് 350 മതി എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? നിങ്ങൾ 20 നിൽക്കും, അല്ലെങ്കിൽ 300 നിൽക്കും, 280 പോകും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് എപ്പോഴും ചിന്തിക്കുന്നത് നിങ്ങൾക്ക് 450 എബവ് അല്ലെങ്കിൽ 450 to 500 ആയിരിക്കണം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത്. ആൻഡ് ഫോർ ദാറ്റ് യു നീഡ് ടു സ്കോർ 20 out of 20. ഇത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ്. സോ റീഡിംഗ് പാർട്ട് എ ഇൻ 10 മിനിറ്റ്സ്, ഇതാണ് നമ്മളുടെ ഇത്. ഓക്കെ, സോ നമ്മൾ വിചാരിക്കുന്നത് എല്ലാ റീഡിംഗ് പാർട്ട് എയും 10 മിനിറ്റ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. സോ സ്റ്റെപ്പ് 1 ബിഗിൻ വിത്ത് ദിസ്. നമ്മൾ ഇന്നലെ പറഞ്ഞു സ്കിമ്മ് ചെയ്യണം. സ്കിമ്മ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഓടിച്ച് വായിക്കുക. ഓടിച്ച് വായിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിൽ എന്തൊക്കെ കാണുന്നോ അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക. അപ്പൊ അണ്ടർലൈൻ ചെയ്യുമ്പോൾ ഇതൊക്കെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് മാത്രം. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം, പക്ഷെ അതിൽ ഇതെല്ലാം ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എന്താണ്? ടൈറ്റിൽ ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് ഒരു റീഡിംഗ് പാർട്ടേ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിനൊരു ടൈറ്റിൽ ഉണ്ടാവും. പിന്നെ സെക്ഷൻ ഹെഡിങ്സ് ഉണ്ടാവും, സബ് ഹെഡിങ് ഉണ്ടാവും, നെയിം ഉണ്ടാവാം, നമ്പർ ഉണ്ടാവാം, പെർസെൻറ്റേജസ് ഉണ്ടാവാം, സീക്വൻഷ്യൽ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഫ്രീക്വൻസി എക്സ്പ്രഷൻസ്. അതായത് എന്താ സീക്വൻഷ്യൽ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഫ്രീക്വൻസി എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് വരുന്നത്? ഇപ്പം നമ്മൾ പറയുകയാണ് ഫസ്റ്റ് ഓഫ് ഓൾ അല്ലെങ്കിൽ ഫസ്റ്റ്ലി, സെക്കൻഡ്ലി, തേർഡ്ലി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുവാണ്, ഒരു ഓർഡറിൽ പറഞ്ഞു പോവാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്കെയില്, പിന്നെ അഡ്ജക്റ്റീവ്സ്, നെഗറ്റീവ് എക്സ്പ്രഷൻസ്, ഇതൊക്കെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം എന്ന് വിചാരിച്ച് ഒരിക്കലും ഇതിനെല്ലാം വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് വായിക്കരുത്. നിങ്ങൾ നോക്കുന്ന സമയത്ത്, നിങ്ങൾ ജസ്റ്റ് ഓടിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതൊക്കെ കാണുവാണെങ്കിൽ നിങ്ങൾ മാർക്ക് ചെയ്യുക, കണ്ടില്ലെങ്കിൽ മാർക്ക് ചെയ്യണ്ട. പക്ഷെ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ എവിടെയെങ്കിലും ഒരു മോഡൽ വെർബ് ഉണ്ടോ അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒരു സ്കെയിൽ ഉണ്ടോ എന്ന് പറഞ്ഞ് പോയി തപ്പേണ്ട കാര്യമില്ല. ഓക്കെ, സോ അതിനായിട്ട് നിങ്ങൾ പോയി തപ്പി പിടിക്കണ്ട. നിങ്ങൾ ജസ്റ്റ് സ്കിം ചെയ്ത് പോകുന്ന സമയത്ത്, നിങ്ങൾ ജസ്റ്റ് ഓടിച്ച് വായിച്ച് പോകുന്ന സമയത്ത് ആണെങ്കിൽ നിങ്ങളത് മാർക്ക് ചെയ്യുക. ഫൈൻ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോക്കസ് ഓഫ് ഈച്ച് ടെക്സ്റ്റ്. നമ്മൾ പറഞ്ഞു ഇത് ഓരോ ടെക്സ്റ്റും നമ്മൾ സ്കിം ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഒരു
ഹെഡിങ് കൊടുക്കണം ടെക്സ്റ്റിന്. ടെക്സ്റ്റിൽ ഒരു ഹെഡിങ് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. പക്ഷേ നിങ്ങൾ എപ്പോഴും ഒരു ടെക്സ്റ്റ് വായിച്ചു കഴിയുമ്പോൾ, അതായത് ടെക്സ്റ്റ് വായിച്ചു കഴിയുമ്പോൾ അതിനെന്താണ് ഹെഡിങ് നിങ്ങൾക്ക് മനസ്സിലായത്, അതിനകത്ത് എന്താണ് ഇൻക്ലൂഡ് ആയിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നത്, അത് വെച്ചിട്ട് നിങ്ങളുടേതായ രീതിയിൽ ഹെഡിങ് കൊടുക്കുക. എന്ത് കൊടുത്താൽ എനിക്കിത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അത് നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, ഇപ്പൊ ഞാനൊരു ഇത് പറഞ്ഞു തരുവാണ് എന്ന് വെച്ചാൽ അത് തന്നെ നിങ്ങൾ അടുത്ത എന്താ നിങ്ങൾ സ്കിം ചെയ്യുമ്പോഴും നിങ്ങൾ അതേ ഹെഡിങ് തന്നെ എഴുതണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ശബരി കൊടുത്തിരിക്കുന്ന ഹെഡിങ് ആയിരിക്കണമെന്നില്ല നിഷ കൊടുക്കുന്നതായിരിക്കത്തില്ല അടുത്ത ആൾ കൊടുക്കുന്നത്. സോ ഒരിക്കലും എല്ലാം സെയിം ആയിരിക്കില്ല. പക്ഷെ ആ ഐഡിയ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഐഡിയ ഒന്ന് തന്നെ ആയിരിക്കും, കൊടുക്കുന്ന വാക്കുകളിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായേക്കാം. ഓക്കെ, ഫൈൻ. ഇനി ഇന്നത്തെ ടോപ്പിക് ഡയബറ്റിക് ഫുഡ് അൾസർ ആണ് നമ്മുടെ ടോപ്പിക്. അപ്പം ഡയബറ്റിക് ഫുഡ് അൾസർ, ഇത് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നത് മെഡിക്കൽ കണ്ടീഷൻസ് ആയിരിക്കും. സോ മോസ്റ്റ് ഓഫ് ദ കണ്ടീഷൻസ് നമുക്ക് ഓൾറെഡി അറിയായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് എന്താണെന്ന് അറിയത്തില്ലെങ്കിലും ഇതിനൊരു ഐഡിയ ഉണ്ട്. അതായത് ഇതെന്തായിരിക്കും. ഇപ്പൊ ഡയബറ്റിക് ഫുഡ് അൾസർ എന്ന് പറയുമ്പോൾ കാലിലുള്ള സംഭവമാണെന്നെങ്കിലും നമുക്ക് മനസ്സിലാവുമല്ലോ. ഇപ്പം ചിലർ പറയും എനിക്ക് അത്രയ്ക്ക് മെഡിക്കൽ നോളജ് ഇല്ല. ഇപ്പം എന്ത് മെഡിക്കൽ നോളജ് ഇല്ലെങ്കിലും ഇപ്പൊ ഡയബറ്റിക് ഫുഡ് അൾസർ എന്ന് പറയുമ്പോൾ ഫുഡുമായിട്ട് റിലേറ്റഡ് ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ. അപ്പം അത്രയും ഒരു സംഭവം നമ്മുടെ തലയിൽ കൂടെ പോയാൽ മാത്രം മതി. വലിയ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് അറിയണമെന്നൊന്നുമില്ല. ഓക്കെ, സോ എല്ലാവരും നിങ്ങളുടെ മെറ്റീരിയൽ ഓപ്പൺ ചെയ്യാം. ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ടെക്സ്റ്റ് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഒരു ഹെഡിങ്ങും കൊടുത്തിട്ടില്ല, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ടെക്സ്റ്റ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലേ. ടെക്സ്റ്റ് എയിൽ അസസിങ് ഡയബറ്റിക് ഫുഡ് അൾസർ എന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ടെക്സ്റ്റ് ബിയിൽ അപ്ലൈയിങ് ഡ്രസ്സിംഗ് ടു ഡയബറ്റിക് ഫുഡ് അൾസർ പറഞ്ഞിട്ടുണ്ട്. ടെക്സ്റ്റ് സിയിൽ ഡെബ്രിറ്റ്മെന്റ് ഓഫ് ഡയബറ്റിക് ഫുഡ് അൾസർ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ടെക്സ്റ്റ് ഡിയിൽ പറഞ്ഞിരിക്കുന്ന ഡ്രസ്സിംഗ് ഫോർ ഡയബറ്റിക് ഫുഡ് അൾസേഴ്സ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഓരോ ടെക്സ്റ്റും ഓടിച്ചു വായിക്കുക. അതിനകത്ത് എന്തൊക്കെ വേർഡ്സ് നമ്മൾ പറഞ്ഞ ക്ലൂസ് ഒക്കെ ഉണ്ടെങ്കിൽ കാണുവാണെങ്കിൽ അടയാളപ്പെടുത്തുക, ജസ്റ്റ് അണ്ടർലൈൻ ചെയ്യുക. എന്നിട്ട് ആ ടെക്സ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ആ ടെക്സ്റ്റ് പേര് കൊടുക്കുക. ഓക്കെ, ഫൈൻ. സോ ടെക്സ്റ്റ് എ അസസിങ് ഡയബറ്റിക് ഫുഡ് അൾസർ ആണ് ഓൾറെഡി നിങ്ങളുടെ ടെക്സ്റ്റിൽ ഹെഡിങ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിക്കാൻ പോവാണ്. നമുക്ക് 2 minutes ടൈമാണ് സ്കിമ്മിങ്ങിനുള്ളത്. അതായത് ഈ 4 ടെക്സ്റ്റും നിങ്ങൾ 2 മിനിറ്റിനുള്ളിൽ സ്കിം ചെയ്ത് തീർക്കണം, ഓടിച്ച് വായിച്ച് തീർക്കണം. ഓക്കെ, സോ നമുക്ക് നോക്കാം, സ്റ്റാർട്ട് ചെയ്യാം. അസസിങ് ഡയബറ്റിക് ഫുഡ് അൾസർ, അതാണ് ഹെഡിങ്. സോ നിങ്ങൾ അത് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഫസ്റ്റ് ലൈൻ ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ലൈൻ ഒന്ന് വായിച്ചു നോക്കുക. എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്നൊന്ന് അറിയാനായിട്ട് ഈ ഫസ്റ്റ് ലൈൻ ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ നോക്കിയേ, ദ ക്ലിനിക്കൽ മാനേജ്മെന്റ് ഓഫ് ദ ഡയബറ്റിക് ഫുഡ് അൾസർ വിൽ ഡിപെൻഡ് ഓൺ വാട്ട് ടൈപ്പ് ഇറ്റ് ഈസ് ആൻഡ് ദിസ് മസ്റ്റ് ബി ഡിറ്റർമൈൻഡ് ബിഫോർ എ കെയർ പ്ലാൻ ഈസ് പുട്ട് ഇൻ ടു പ്ലേസ്. അപ്പൊ എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്, ഡിപെൻഡ് ഓൺ വാട്ട് ടൈപ്പ് ഇറ്റ് ഈസ്. അപ്പം ഇവിടെ മാനേജ്മെന്റ് ഡിപെൻഡ് ചെയ്തിരിക്കുന്നത് എന്ത് ടൈപ്പ് ഡയബറ്റിക് ഫുഡ് അൾസർ ആണ് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് അസസിങ് ഡയബറ്റിക് ഫുഡ് അൾസർ ഹെഡിങ് കൊടുത്തിട്ടുണ്ടെങ്കിലും എങ്ങനെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതാണെന്ന് അസസ് ചെയ്യാം എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ടൈപ്പ് ഓഫ് ഡയബറ്റിക് ഫുഡ് അൾസർ ആണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, നിങ്ങൾ ഈ ഹെഡിങ് കണ്ടോടനെ ഈ അസസിങ് എന്നും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം, അത് ആ രീതിയിൽ മനസ്സിലാക്കുന്നവരാണെങ്കിൽ ഓക്കെ, ചിലർക്ക് അത് മനസ്സിലാവില്ല, ചിലർ അതൊരു അണ്ടർലൈൻ ചെയ്തിടും, പക്ഷെ അതിനകത്ത് എന്താണെന്നുള്ളത് ചിലർക്കൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത്, ഇത് ജസ്റ്റ് ഒരു ഫസ്റ്റ് ലൈൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ആ ഒരു ടോപ്പിക് സെന്റൻസ് വായിക്കുമ്പോൾ മനസ്സിലാവും താഴോട്ട് എന്തായിരിക്കും പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ഡയബറ്റിക് ഫുഡ് അൾസർ വിൽ ഡിപെൻഡ് ഓൺ വാട്ട് ടൈപ്പ് ഇറ്റ് ഈസ്. ഓക്കെ, അപ്പൊ മാനേജ്മെന്റ് അതിനെ ഡിപെൻഡ് ചെയ്തിരിക്കും എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇതിനകത്ത് കുറെ ടൈപ്പ് ഓഫ് ഡയബറ്റിക് ഫുഡ് അൾസേഴ്സ് പറയും എന്നുള്ളത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ന്യൂറോപ്പതിക്, ഇസ്കീമിക്, ന്യൂറോ ഇസ്കീമിക്, ഇതാണ് 3 ടൈപ്പ് ഡയബറ്റിക് ഫുഡ് അൾസർ എന്ന് പറയുന്നത്. ന്യൂറോപ്പതിക്, ഇസ്കീമിക് ആൻഡ് ന്യൂറോ ഇസ്കീമിക്. സോ ഇത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക. എപ്പോഴും ടേബിൾ തരുമ്പം ഇതുപോലെ മേളിൽ തന്നിരിക്കുന്ന ഹെഡിങ്സും സൈഡിൽ ഹെഡിങ്സ് തന്നിട്ടുണ്ടെങ്കിൽ ആ സൈഡ് ഹെഡിങ്സും നിങ്ങൾ എപ്പോഴും ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തു പോകും. അപ്പോൾ ഇവിടെ സെൻസേഷൻ പറഞ്ഞിട്ടുണ്ട്, നെക്രോസിസ് ഓർ കാലസ് പറഞ്ഞിട്ടുണ്ട്, ഊൺ ബെഡ്, ഫുഡ് ടെമ്പറേച്ചർ ആൻഡ് പൾസസ്, അതർ ടിപ്പിക്കൽ ലോഷൻസ് ആൻഡ് പ്രിവലൻസ്. സോ പ്രിവലൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡെഫിനറ്റ്ലി എന്തെങ്കിലും പെർസെൻറ്റേജ് നമ്പർ ഒക്കെ ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ മാത്രം വായിച്ചാൽ മതി. അപ്പം ഇന്ന ടൈപ്പ് ന്യൂറോപ്പതിക്ക് ആണെന്നുണ്ടെങ്കിൽ അവരുടെ സെൻസേഷൻ എങ്ങനെയായിരിക്കും, നെക്രോസിസ് എങ്ങനെയായിരിക്കും, അവരുടെ ഊൺ ബെഡ് എങ്ങനെയായിരിക്കും, ഫുഡ് ടെമ്പറേച്ചർ എങ്ങനെയായിരിക്കും, ഇങ്ങനെ ഓരോ കാര്യങ്ങളാണ് പറയുന്നതെന്ന് ഒരു ജനറൽ ഐഡിയ വെക്കാം. അതിനുശേഷം നെക്സ്റ്റ് പെട്ടെന്ന് അടുത്ത ടെക്സ്റ്റിലേക്ക്. അപ്പോൾ ഇത്രയും വായിച്ചു നമുക്ക് ടൈപ്സ് ഓഫ് ഡയബറ്റിക് ഫുഡ് അൾസർ ആണെന്നുള്ള മനസ്സിലായി. അങ്ങനെ ഒരു ഹെഡിങ് കൊടുക്കുക. അടുത്ത നോക്കിക്കേ,
ടെക്സ്റ്റ് ബി അപ്ലൈയിങ് ഡ്രസ്സിംഗ് ടു ഡയബറ്റിക് ഫുഡ് അൾസർ. അപ്പം എങ്ങനെയാണ് ഡയബറ്റിക് ഫുഡ് അൾസർ ഉള്ള പേഷ്യൻസിന് ഡ്രസ്സിംഗ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അവോയ്ഡ് ബാൻഡേജ് ഓവർ ടോസ്. അപ്പം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ യൂസ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ മേക്ക് ഷുവർ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ റിമെമ്പർ ചെയ്യണം, ഇതൊക്കെയാണ് ഈ ആദ്യത്തെ വാക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പക്ഷെ അത് കൂടുതലായിട്ട് വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ നമുക്ക് മനസ്സിലായി നമ്മളൊരു ഡ്രസ്സിംഗ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് താഴത്തെ പാരഗ്രാഫിൽ നോക്കിയാൽ ഫോർ ഇൻഫെക്റ്റഡ് ഓർ ഹൈലി എക്സ്യൂഡിംഗ് DFOs ഇൻസ്പെക്ട് ദ ഊണ്ട് ആൻഡ് ചേഞ്ച് ദ ഡ്രസ്സിംഗ് ഡെയിലി. അപ്പൊ അവർ പറഞ്ഞിട്ടുണ്ട് ഹൈലി ഇൻഫെക്റ്റഡ് ഊണ്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഊണ്ട് ഇൻസ്പെക്ഷൻ ചെയ്യണം, പിന്നെ ഡ്രസ്സിങ് ഡെയിലി ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതിന്റെ താഴെ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ ഇത്രയും നമ്മൾ വായിച്ചിരുന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ആപ്ലിക്കേഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ ഓഫ് ഡ്രസ്സിംഗ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഊണ്ട് എങ്ങനെ ഇൻസ്പെക്ട് ചെയ്യണമെന്നും ആപ്ലിക്കേഷൻ ഓഫ് ഡ്രസ്സിംഗ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഹെഡിങ് കൊടുക്കും. ഇനി നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ഇതിന് ഹെഡിങ് കൊടുക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ടെക്സ്റ്റ് സി ഡിബ്രിഡ്മെന്റ് ഓഫ് ഡയബറ്റിക് ഫുഡ് അൾസർ. ഡിബ്രിഡ്മെന്റ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? മാനേജ്മെന്റ് ഓഫ് ഡയബറ്റിക് ഫുഡ് അൾസർ ഒരു ടൈപ്പ് മാനേജ്മെന്റ് ആണ് അല്ലെ. അതിനകത്ത് എന്താ പറയുന്നത്, നമ്മള് സ്കിന്നിന്റെ കാര്യം പറയുകയാണെങ്കിലും അല്ലെ ഡിബ്രിഡ്മെന്റ് ചെയ്യാന്നൊക്കെ പറയും, ചിലപ്പോൾ ഊൺ ഡിബ്രിഡ്മെന്റ് എന്നൊക്കെയുള്ള കാര്യങ്ങളില്ല. അപ്പം സെയിം തന്നെയാണ് ഇവിടെയും. ഇവിടെ ഡിബ്രിഡ്മെന്റ് ഓഫ് ഡയബറ്റിക് ഫുഡ് അൾസേഴ്സ്. അപ്പൊ എന്തൊക്കെയാണെന്നുള്ളതാണ് അതിൽ പറഞ്ഞിരിക്കും. ഇപ്പൊ ഇവിടെ നോക്കുക, ഫസ്റ്റ് പ്രയോറിറ്റി എന്നൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് എല്ലാം വായിക്കുമെന്ന് വേണ്ട, ജസ്റ്റ് നോക്കുക. അത് കഴിഞ്ഞ് ഫുഡ് പൾസ് ആർ പ്രസന്റ്. ഓക്കെ, ഫുഡ് പൾസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഇങ്ങോട്ട് വരുമ്പോൾ പൾസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താ റെഫറൽ ടു വാസ്കുലർ സർജൻ. ഓക്കെ, വാസ്കുലർ സർജനെ റെഫർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു ഫുഡ് പൾസ് ആബ്സെന്റ് ആണെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ താഴോട്ട് വരുമ്പോഴത്തേനും ജസ്റ്റ് ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന കാര്യങ്ങളൊക്കെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോണം. നമ്മൾ ശ്രദ്ധിക്കില്ല എന്ന് അവർക്ക് ഉറപ്പുള്ളിടത്തായിരിക്കും ആൻസേഴ്സ് ഉണ്ടാവുക. ഓക്കെ, ഇപ്പം ഇവിടെ ആൻസർ ഉണ്ടാവും എന്നല്ല അർത്ഥം, പക്ഷെ ജസ്റ്റ് ബ്രാക്കറ്റിലൊക്കെ ഉള്ള കാര്യങ്ങൾ, ടേബിളിന്റെ അടിയിൽ വരുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോകണം. സോ ഇവിടെ സ്പെഷ്യലിസ്റ്റ് പോഡിയാട്രിസ്റ്റ് ഓർ നഴ്സിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫൈൻ, ഇത്രയും ഇനഫ് ആണ്. ഓക്കെ, ഇനി അടുത്തത് ടെക്സ്റ്റ് ഡിയിലേക്ക് പോകണം. ടെക്സ്റ്റ് ഡിയിലേക്ക് പോകുമ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഡ്രസ്സിംഗ് ഫോർ ഡയബറ്റിക് ഫുഡ് അൾസേഴ്സ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ്. അപ്പോൾ ടൈപ്പ് ഓഫ് ഡ്രസ്സിംഗ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ആദ്യത്തെ ടെക്സ്റ്റിൽ പറഞ്ഞ ടൈപ്പ് ഓഫ് ഡയബറ്റിക് ഫുഡ് അൾസർ ആണ്, പക്ഷേ ഈ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ടൈപ്പ് ഓഫ് ഡ്രസ്സിംഗ് ആണ്. അപ്പം ഇവിടെ നോക്കിക്കേ, ടൈപ്പ് ഓഫ് ഡ്രസ്സിംഗ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലോ അഡ്ഹറൻസ്, ഹൈഡ്രോക്ലോയിഡ്സ്, ഹൈഡ്രോജെൽസ്, ഫോംസ്, ആൽജിനേറ്റ്സ്, അയഡിൻ പ്രിപ്പറേഷൻ. ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യുക. പിന്നെ ഈ മേളിലത്തെ ഡ്രസ്സിംഗ് ഫോർ ഡയബറ്റിക് ഫുഡ് അൾസേഴ്സും അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും. അപ്പൊ ലോ അഡ്ഹറൻസ് ആണെങ്കിൽ അതിന്റെ അഡ്വാൻറ്റേജസ് ഇതാണ്, ഡിസ്അഡ്വാൻറ്റേജസ് ഇതാണ്. അത്രയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം കംപ്ലീറ്റ് ആയിട്ട് വായിക്കേണ്ട, ഇത്രയും മാത്രം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവാ. ഹെഡിങ് കൊടുക്കുക ടൈപ്പ് ഓഫ് ഡ്രസ്സിംഗ്. അപ്പൊ നിങ്ങൾ ഇവിടെ എഴുതി ടൈപ്പ് ഓഫ് ഡ്രസ്സിംഗ്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം എന്താണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ടെക്സ്റ്റിന്റെ സീക്വൻസ് എന്ന് അല്ലെ. ഇതാണ് ടെക്സ്റ്റിന്റെ സീക്വൻസ്. അതായത് ടെക്സ്റ്റ് എയിൽ ടൈപ്സ് ഓഫ് ഡയബറ്റിക് ഫുഡ് അൾസർ പറയുന്നു, അടുത്ത ആപ്ലിക്കേഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ ഓഫ് ഡ്രസ്സിംഗ് പറയുന്നു, ഡിബ്രിഡ്മെന്റ് ഓഫ് ഡയബറ്റിക് ഫുഡ് അൾസർ പറയുന്നു, ടൈപ്സ് ഓഫ് ഡ്രസ്സിംഗ് പറയുന്നു. അപ്പൊ ഈ 4 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക്ലെറ്റിൽ ഇത് എഴുതി വെക്കുക ഈ സീക്വൻസ്. സോ ഇനി നമ്മൾ 1 തൊട്ട് 6 വരെയുള്ള ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ ടെക്സ്റ്റ് വന്ന് വായിച്ച് നോക്കുന്നേയില്ല. വിത്തൗട്ട് റീഡിങ് ദ ടെക്സ്റ്റ് ആണ് നമ്മളിത് ആൻസർ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എപ്പോഴും നിങ്ങൾക്ക് ഈ സീക്വൻസ് അറിയിരിക്കണം. ഈ സീക്വൻസ് അറിയത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ നിങ്ങളൊരു ക്വസ്റ്റ്യൻ വായിക്കും, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും. അയ്യോ അത് എവിടെയായിരുന്നു, എങ്ങനെയാ കിടക്കുന്നത്, ഒന്ന് ഏത് ടെക്സ്റ്റിൽ പോകണം, എന്നാൽ ആദ്യം സി പോവാം, പിന്നെ ബി പോവാം, അതിൽ കണ്ടില്ലെങ്കിൽ എ പോവാം, ഇങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് വരും. അപ്പോൾ എപ്പോഴും ഒരു ടെക്സ്റ്റിന്റെ ഓരോ ടെക്സ്റ്റിന്റെയും ഫോക്കസും അതിന്റെ ആ സീക്വൻസ് ആ ഒരു ഓർഡറിൽ എങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിൽ വെക്കുക. ABCD എന്നുള്ള കാര്യം നമുക്ക് ഓർഡറിൽ അറിയാം. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ഡയബറ്റിക് ഫുഡ് അൾസർ, ആപ്ലിക്കേഷൻ, ഡ്രസ്സിങ്ങിന്റെ ഇൻസ്പെക്ഷനും, പിന്നെ എന്താ പറയുന്നത് ഡിബ്രിഡ്മെന്റും, ദെൻ ടൈപ്സ് ഓഫ് ഡ്രസ്സിങ്. അപ്പൊ ഇതിന്റെ ഒരു സിനോണിംസ് ആയിരിക്കും നിങ്ങൾക്ക് എപ്പോഴും കിട്ടുന്ന നിങ്ങളുടെ ക്വസ്റ്റ്യനിലെ കീവേഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കീ ഫ്രേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, സോ ഇവിടെ നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ ഓർഡർ നിങ്ങൾ സീക്വൻസ് നിങ്ങൾ അവിടെ നിങ്ങളുടെ എന്താ പറയുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക്ലെറ്റിൽ എഴുതി വെക്കുക.
ABCD, types of DFU, application and inspection of dressing, debridement of diabetic foot ulcer, types of dressing for diabetic foot ulcers. So ഇത്രയും കാര്യങ്ങൾ നോക്കി ഈ 4 ഫോക്കസും നോക്കിക്കൊണ്ട് ഈ ഒരു ഫോക്കസ് ടെക്സ്റ്റിന്റെ അല്ലെങ്കിൽ ഈ ഒരു സീക്വൻസ് നോക്കിക്കൊണ്ട് വേണം നിങ്ങൾ ഈ 1 to 6ന്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ. അപ്പൊ ഇന്നലെ നമ്മൾ ചെയ്ത മെറ്റീരിയലിൽ 1 to 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നുള്ളൂ ഏത് ടെക്സ്റ്റിൽ നിന്നാണ് കണ്ടുപിടിക്കാൻ അല്ലേ. ഇന്നത്തെ ക്വസ്റ്റ്യനിൽ 1 to 6 ഉണ്ട്. അപ്പം ഇറ്റ് ഡിപ്പെൻസ് ആണ്. ചില സമയത്ത് 1 to 7 ഉണ്ടായിരിക്കും. സോ ഒരു 5 to 7 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആദ്യത്തെ ആ ഒരു പാർട്ടിൽ ഉണ്ടായിരിക്കും. ഫൈൻ. ഓക്കെ. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഓഫൺ ടു ചേഞ്ച് എ ഡ്രസ്സിങ്. അപ്പം നിങ്ങൾക്ക് എന്താ പറയുന്നേ, നിങ്ങളോട് ചോദിക്കുകയാണ് എത്ര നേരം കൂടുമ്പോൾ നിങ്ങളൊരു ഡ്രസ്സിങ് ചേഞ്ച് ചെയ്യണം. ഓക്കെ, സ്വാഭാവികമായിട്ടും എത്ര നേരം കൂടുമ്പോഴാണെന്നുള്ളത് എവിടെയായിരിക്കും ഉണ്ടായിരിക്കുക? നിങ്ങളുടെ കയ്യിരിക്കുന്ന പ്രിന്റഡ് മെറ്റീരിയൽ നിങ്ങൾ ഇത് എഴുതി വെക്കുക, നിങ്ങളുടെ ആൻസർ നിങ്ങൾ എഴുതുക. ഓക്കെ. Then second one, ensuring patients understand the consequences of tissue removal. അപ്പം consequences of tissue removal, tissue removalum ഇതിൽ ഏതോ ഒരു വേർഡുമായിട്ട് റിലേഷൻ ഉണ്ട്. ടിഷ്യൂ റിമൂവൽ. ഓക്കെ, ഡിബ്രൈഡ്മെന്റ് ആണോ, ടൈപ്സ് ഓഫ് ഡ്രസ്സിംഗ് ആണോ? ഫൈൻ. ഓക്കെ. തേർഡ് വൺ, റീസൺസ് ഫോർ നോട്ട് ചൂസിങ് സർട്ടൺ പ്രോഡക്ട്സ്. അപ്പൊ സർട്ടൺ പ്രോഡക്ട്സിനെ കുറിച്ച് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. The need to monitor a wound. മോണിറ്റർ എന്ന് പറയുന്ന ഒരു സംഭവം ഇതുമായിട്ട് റിലേറ്റഡ് ആണ്. Then fifth one, how common each kind of DFU. So kind of DFU. ഈ kind of DFU ഇവിടെ കിടക്കുന്ന ഒരു സംഭവമായിട്ട് റിലേറ്റഡ്. Okay. How good a dressing is at soaking up fluid. So dressing is at soaking up fluid. So dressingന്റെ കാര്യമാണ്, soaking up fluid ആണ് പറഞ്ഞിരിക്കുന്നത്. Okay. സോ ഇപ്പൊ നിങ്ങൾ എടുത്ത സമയം എത്രയാണെന്ന് അറിയാവോ? നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു 1 to 6 ക്വസ്റ്റ്യൻസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. സോ എത്രയാണ് അതിന്റെ അടുത്ത സമയം? 1 minute and 10 seconds. ഓക്കെ. സോ ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 1 to 7 ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴും 7 ക്വസ്റ്റ്യൻ കിട്ടിയാലും 5 ക്വസ്റ്റ്യൻ കിട്ടിയാലും 6 ക്വസ്റ്റ്യൻ കിട്ടിയാലും അത് എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ വിത്തിൻ 2 minutes ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. സോ മാക്സിമം ടൈം എന്ന് പറയുന്നതാണ് ഈ 2 minutes എന്ന് ഞാൻ പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് ചെക്ക് ചെയ്യാം നിങ്ങൾ എഴുതിയിരിക്കുന്ന ആൻസറും ഇവിടെ വന്നിരിക്കുന്ന ആൻസറും കറക്റ്റ് ആണോ എന്ന് നോക്കാം. ഓക്കെ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഓഫൺ ചേഞ്ച് എ ഡ്രസ്സിംഗ്. സോ ഡ്രസ്സിംഗ് ചേഞ്ച് ചെയ്യുന്ന കാര്യം പറഞ്ഞിരിക്കുന്നത് ടെക്സ്റ്റ് ഏതിലാണ്? ബിയിലാണ്. കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട് ഊണ്ടിൻ്റെതനുസരിച്ച് നിങ്ങൾ ഡെയിലി ഡ്രസ്സിംഗ് ചേഞ്ച് ചെയ്യണം, ഇൻസ്പെക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ശരിയല്ലേ? അടുത്ത, എൻഷുറിംഗ് പേഷ്യൻസ് അണ്ടർസ്റ്റാൻഡ് ദ കോൺസിക്വൻസസ് ഓഫ് ടിഷ്യൂ റിമൂവൽ. അപ്പൊ പേഷ്യന്റിനെ മനസ്സിലാക്കിക്കുക ടിഷ്യൂ റിമൂവലിന്റെ കോൺസിക്വൻസസിനെ കുറിച്ച്. അപ്പൊ കോൺസിക്വൻസസ് ഓഫ് ടിഷ്യൂ റിമൂവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിബ്രൈഡ്മെന്റ് ആണ്. യെസ്. ദെൻ റീസൺ ഫോർ നോട്ട് ചൂസിങ് സർട്ടൺ പ്രോഡക്ട്സ്. അപ്പൊ എന്തുകൊണ്ട് ഇന്ന സാധനം യൂസ് ചെയ്യുന്നില്ല? അപ്പൊ അതായത് ഇന്ന ഡിസഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ട് ഈ സാധനം യൂസ് ചെയ്യുന്നില്ല, അങ്ങനെയാണ് അല്ലേ? അപ്പം എവിടെയാണ് അതിനെ കുറിച്ച് പറയുന്നത്? ചില പ്രോഡക്റ്റുകളെ കുറിച്ച് ഡിയിലാണ് പറയുന്നത്. ബിക്കോസ് ടൈപ്സ് ഓഫ് ഡ്രസ്സിംഗ്, അതാണ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ഒരിക്കലും ടൈപ്സ് ഓഫ് ഡയബറ്റിക് ഫുഡ് അൾസർ പ്രോഡക്റ്റ് ആവില്ല. കാര്യം എന്താ? അത് ഓരോ കണ്ടീഷനാണ്. അപ്പൊ അതൊരു പ്രോഡക്റ്റ് ആയിട്ട് വരത്തില്ല. അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരികയേ വേണ്ട. പ്രോഡക്ട്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ടൈപ്സ് ഓഫ് ഡ്രസ്സിങ്ങിലാണ്. ഇനി ദ നീഡ് ടു മോണിറ്റർ. മോണിറ്ററിന് പകരം ഇവിടെ എന്ത് വാക്കുണ്ട്? ഇൻസ്പെക്ട്. സെയിം വാക്കാണ് അല്ലെ? നമ്മൾ ഇപ്പം അസസ് ചെയ്യാന്ന് പറയാം, ഇൻസ്പെക്ട് ചെയ്യാന്ന് പറയാം, മോണിറ്റർ ചെയ്യാന്ന് പറയാം. പക്ഷെ ഇതെല്ലാം ഒരു സെയിം മീനിങ്ങിലുള്ള വാക്കാണ്, പക്ഷെ ഡിഫറെന്റ് വേർഡ്സ് യൂസ് ചെയ്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഹൗ കോമൺ ഈച്ച് കൈൻഡ് ഓഫ് DFUs. എത്രത്തോളം ആണ്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഡയബറ്റിക് ഫുഡ് അൾസർ എന്നാണ് ഈ കൈൻഡ് ഓഫ് ഡയബറ്റിക് ഫുഡ് അൾസർ. ഓക്കെ. സോ ഓരോന്നും എത്ര, അതിന്റെ ആ ഒരു പ്രിവലൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ അത് പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? എയിലാണ്. ഹൗ ഗുഡ് ഡ്രസ്സിംഗ് ഈസ് അറ്റ് സോക്കിംഗ് അപ്പ് ഫ്ലൂയിഡ്. അപ്പം ഈ സോക്കിംഗ് അപ്പ് ഫ്ലൂയിഡ് ആ ഡ്രസ്സിങ്ങിനെ കുറിച്ചാണ് ചോദിക്കുന്നത്, എത്രത്തോളം നല്ലതാണെന്നുള്ളത്. അപ്പം അതിന്റെ അഡ്വാൻറ്റേജസ് ആയിരിക്കും. അപ്പൊ അതെവിടെയാ പറയുന്നത്? ഡിയിൽ. സോ ഇതിന് നിങ്ങളെടുത്ത സമയമാണ് 1 minute 10 seconds.
അപ്പം ഇതിന് നിങ്ങൾ ഈ സീക്വൻസ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഒരിക്കലും നിങ്ങളുടെ ടെക്സ്റ്റിൽ പോയി പേപ്പർ ബുക്ക്ലെറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെച്ച് നോക്കേണ്ടതൊന്നും ഒരു ആവശ്യമില്ല. സോ ജസ്റ്റ് സ്കിമ്മിങ് കൊണ്ട് സീക്വൻസ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈ 1 to 6 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 1 to 7 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ പ്രോപ്പർ ആയിട്ട് വിത്തിൻ എ മിനിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ റെഡിയാണോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാൻ? മഞ്ജു, ഷിബു ആൻസേഴ്സ് എല്ലാം കിട്ടിയോ? ഇല്ല മാം, എന്റെ 2 റോങ് ആയി പോയായിരുന്നു മാം. 4 ഉം 6 ഉം. ഓക്കെ മാം ലാസ്റ്റ് പറഞ്ഞാ മതി, ഇപ്പം കണ്ടിന്യൂ അല്ലേ. ഓക്കെ ഫൈൻ, താങ്ക് യു. ബാക്കി എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് ആൻസേഴ്സ് കിട്ടിയോ? 4 തെറ്റിപ്പോയി. 4 ആയിരുന്നു പ്രശ്നം. എനിക്ക് 6 കിട്ടിയില്ല. 4 കിട്ടില്ല. 4. ഓക്കെ, മോസ്റ്റ് ഓഫ് ദം 4 ആണ് പ്രശ്നം. അപ്പൊ നമുക്ക് നോക്കാം ലാസ്റ്റ്. ഓക്കെ, ഇനി അടുത്ത 7 to 14 ക്വസ്റ്റ്യൻ. അപ്പൊ 7 to 14 ക്വസ്റ്റ്യൻ ഇവിടെ വന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പ് ആണ്. ചില സമയത്ത് ചിലതിൽ തിരിച്ചു വരും. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആദ്യം വരും, പിന്നെ തേർഡ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പ് വരുന്നത്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ്. ഓക്കെ, സോ ഇവിടെ 7th ക്വസ്റ്റ്യൻ. സോ നോക്കാം. വാട്ട് കൈൻഡ് ഓഫ് DFU ഈസ് ഇറ്റ് ഇഫ് എ പേഷ്യന്റ് ഹാസ് ലോസ്റ്റ് ഓൾ സെൻസേഷൻ? അപ്പൊ കൈൻഡ് ഓഫ് DFU എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ കൈൻഡ് ഓഫ് DFU എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടേ? എവിടെയാ പോകണ്ടേ? എയിൽ പോണം. ഓക്കെ, എയിൽ പോയിട്ട് നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ ആൻസർ കണ്ടുപിടിക്കുക, എഴുതുക. ആൻസർ പറയണ്ട, ജസ്റ്റ് നിങ്ങൾ എഴുതിയാൽ മാത്രം മതി. നിങ്ങളുടെ ആൻസർ നിങ്ങൾ എഴുതുക. ഓക്കെ, കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് എ പേഷ്യൻസ് DFU ഇസ് ബിനീത്ത് ദ നെയിൽ, വാട്ട് കൈൻഡ് ഈസ് ഇറ്റ് ലൈക്ലി ടു ബി? അപ്പൊ പേഷ്യന്റിന്റെ DFU നെയിലിനടിയിലാണെങ്കിൽ അത് ഏത് ടൈപ്പ് ഓഫ് ഡയബറ്റിക് ഫുഡ് അൾസർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ എഗെയിൻ എന്താ ചെയ്യേണ്ടേ? ടെക്സ്റ്റ് ഐഡന്റിഫൈ ചെയ്യണം. ഏത് ടെക്സ്റ്റ് ആണ്? ഓക്കെ, ഫൈൻഡ് ഔട്ട് യുവർ ആൻസർ. ബിനീത്ത് ദ നെയിൽ എന്ന് വരുന്ന മീനിങ് വരുന്ന വാക്കുകൾ നിങ്ങൾ നോക്കുക. ഒരിക്കലും സെയിം വാക്ക് നോക്കരുത്, സെയിം വേർഡ് അവിടെ ഉണ്ടായിരിക്കില്ല. ഫൈൻ, നെക്സ്റ്റ് വൺ. വാട്ട് ടൈപ്പ് ഓഫ് ഡ്രസ്സിംഗ് ഷുഡ് യു അവോയ്ഡ് ഇഫ് എ പേഷ്യൻസ് വൂണ്ട് ഈസ് ഇൻഫെക്റ്റഡ്? ഒരു പേഷ്യന്റിന്റെ വൂണ്ട് ഇൻഫെക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് ഡ്രസ്സിംഗ് ആണ് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ടൈപ്പ് ഓഫ് ഡ്രസ്സിങ്ങിന് എവിടെ പോകണം? ഡി. ഓക്കെ, വേഗം ആൻസർ കണ്ടുപിടിച്ച് വൂണ്ട് ഇൻഫെക്റ്റഡ് ആണെങ്കിൽ. സോ ഡിസ്അഡ്വാൻറ്റേജസിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കാം അല്ലെ? ഇനി അടുത്തത്. ഇഫ് യു നീഡ് ടു നമ്പർ 10, ഇഫ് യു നീഡ് ടു ഫിൽ എ ക്യാവിറ്റി വിച്ച് ഡ്രസ്സിംഗ് ഈസ് ബെസ്റ്റ്? എഗെയിൻ ചോദിക്കുവാണ്, ഒരു ക്യാവിറ്റി നിങ്ങൾക്ക് ഫില്ല് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏത് ഡ്രസ്സിംഗ് ആണ് ബെസ്റ്റ് എന്ന് ചോദിക്കുവാണ്. സോ എഗെയിൻ ഫിൽ എ ക്യാവിറ്റി എന്നുള്ളത് തന്നെയാണ് ഇമ്പോർട്ടൻസ്. അതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ ടെക്സ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ വിച്ച് ഡ്രസ്സിംഗ് ആണ് നോക്കേണ്ടത്. അപ്പം ഏത് ടൈപ്പ് ഓഫ് ഡ്രസ്സിംഗ് ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി ടെക്സ്റ്റ് ഡിയിൽ പോകണം. ഫിൽ എ ക്യാവിറ്റി എന്ന് മീനിങ് വരുന്ന മറ്റൊരു വേർഡ് അല്ലെങ്കിൽ സിനോണിംസ് ലാംഗ്വേജ് അവിടെ ഉണ്ടാവും. അത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഏത് ഡ്രസ്സിംഗ് ആണെന്നുള്ളത് നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാവും. ഡ്രസ്സിംഗ് ഏതാണ് അതിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. Question number 11. Which type of dressing may cause an inflammation of the skin? Again ചോദിച്ചിരിക്കുന്ന ടൈപ്പ് ഓഫ് ഡ്രസ്സിംഗ് ആണ്. സോ നിങ്ങൾ ഏത് ടെക്സ്റ്റിലാണ് പോകേണ്ടേ? ഡി. ടൈപ്പ് ഓഫ് ഡ്രസ്സിംഗ് ആണ് ഡി. സോ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഏത് ഡ്രസ്സിംഗ് ആണ് സ്കിന്നിന് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കിയേക്കാവുന്നത് മേ എന്നുള്ളതാണ്. സോ ഇൻഫ്ലമേഷൻ ഓഫ് ദ സ്കിൻ എന്നുള്ളതിന് ചിലപ്പം വേറെ വാക്കുകളായിരിക്കും അവിടെ തന്നിരിക്കുന്ന, ഒരിക്കലും സെയിം വേർഡ് തരത്തില്ല. ഓക്കെ ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് കോസ്റ്റ് ഈസ് ആൻ ഇഷ്യൂ വിച്ച് ഡ്രസ്സിംഗ് ഈസ് ബെസ്റ്റ്? എഗെയിൻ ഏത് ടെക്സ്റ്റ് ആണ്? ഡി. അപ്പം കോസ്റ്റ് ഒരു ഇഷ്യൂ ആണെങ്കിൽ ഏത് ഡ്രസ്സിംഗ് ആണ് ബെസ്റ്റ്? അപ്പം കോസ്റ്റ് കുറവുള്ള അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് പറയുമായിരിക്കും അല്ലെ, ഇതിന് കാശ് കുറവാണ് എന്ന് പറയുമായിരിക്കും, അല്ലെങ്കിൽ ഇതിന് വലിയ വിലയില്ല എന്നുള്ള കാര്യം പറയുമായിരിക്കും. അപ്പൊ നിങ്ങൾ അതിൽ നോക്കുക ഏത് ഡ്രസ്സിംഗ് ആണെന്ന് നോക്കുക. കോസ്റ്റ് ഈസ് ആൻ ഇഷ്യൂ, അതുമായിട്ട് റിലേറ്റഡ് ആയിരിക്കുന്ന ഒരു വാക്കായിരിക്കും നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉണ്ടാവുക.
Okay. Next one. Which two types of DFU often show signs of necrosis? So types of DFU. ഏത് ടെക്സ്റ്റ് ആണ്? അപ്പം രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എഴുതണം. 2 types ആ ചോദിച്ചിരിക്കുന്നത്. ഏതിലാണ് നെക്രോസിന്റെ കാര്യം കാണിച്ചിരിക്കുന്നത്? ആ രണ്ടെണ്ണമാണ് നിങ്ങൾ എഴുതേണ്ടത്. ആ 2 ടൈപ്പിന്റെ പേര് എഴുതുക. നമുക്ക് 3 ടൈപ്പ് ഉണ്ട്. അതിൽ ഏതോ രണ്ടെണ്ണത്തിൽ നെക്രോസിസ് പറയുന്നുണ്ട്. സോ ആ 2 ടൈപ്പിന്റെ പേര് എഴുതുക. Next one. Which type of dressing provides moisture to a wound? So again type of dressing ആണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ടൈപ്പ് ഓഫ് ഡ്രസ്സിംഗ് ആണ് wound-ന് മോയ്സ്ചർ കൊടുക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ which text, ഏത് ടെക്സ്റ്റിലേക്ക് പോകണം? ബാക്ക്ഗ്രൗണ്ട് ഡിസ്ട്രാക്ഷൻ ഉള്ളവർ മ്യൂട്ട് ചെയ്യണേ. ടെക്സ്റ്റ് ഡിയിലേക്ക് പോവാണ്. വിച്ച് ടൈപ്പ് ഓഫ് ഡ്രസ്സിംഗ് എന്നിരിക്കും. ഇനി മോയ്സ്ചർ ടു എ wound, ആ ഒരു നനവ് കൊടുക്കുന്ന അല്ലെങ്കിൽ ആ ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കൊടുക്കുന്ന സംഭവമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞോ? ആരെങ്കിലും കഴിഞ്ഞവരുണ്ടോ? കഴിഞ്ഞില്ലേ? ഓക്കെ, സോ ഇതിനെടുത്ത സമയം എത്രയെന്ന് അറിയാവോ? 4 minutes 48 seconds. Because ഇവിടെ 2, 4, 6, 8 questions ഉണ്ടായിരുന്നു. ഓക്കെ, സോ 4 minutes 48 seconds ആണ് നിങ്ങൾ എടുത്തിരിക്കുന്ന സമയം. നമുക്ക് നോക്കാം ആൻസേഴ്സ് കറക്റ്റ് ആണോ എന്ന് നോക്കാം. ഓക്കെ ഓക്കെ, സോ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ നോക്കാം. What kind of DFU is it if a patient has lost all sensation? എല്ലാ സെൻസേഷനും നഷ്ടപ്പെടും ഈ ഒരു ടൈപ്പ് DFU ആണെങ്കിൽ. അത് ഏത് ടൈപ്പ് DFU എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി കൈൻഡ് ഓഫ് DFU എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങോട്ട് പോകും? ടെക്സ്റ്റ് എയിലേക്ക് പോകും. What kind of DFU is it if a patient has lost all sensation? സോ സെൻസറി ലോസ്. മറ്റേത് എന്താണ്? സെൻസേഷൻ എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടെ? സെൻസറി ലോസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് ആൻസർ? ബാക്കി രണ്ടിലും എന്താ പറഞ്ഞിരിക്കുന്നത്? പെയിൻഫുൾ ആയിരിക്കും സെൻസേഷൻ. എന്ന് വെച്ചാൽ സെൻസേഷൻ ഉണ്ട്, അതുകൊണ്ടാണല്ലോ പെയിൻഫുൾ ആയത്, അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല. ഇനി ഡിഗ്രി ഓഫ് സെൻസറി ലോസ്, അപ്പം കുറച്ച് മാത്രമേ സെൻസറി ലോസ് ഉണ്ടാവുള്ളൂ, കംപ്ലീറ്റ് ലോസ് അവിടെ ഇല്ല. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കംപ്ലീറ്റ് ആയിട്ടും പോയി, അതാണ് അവിടെ സെൻസറി ലോസ് എന്ന് മാത്രം കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പൊ നിങ്ങളുടെ ആൻസർ എന്താണ്? ന്യൂറോപ്പതിക്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതില്? വളരെ ഈസിയാണ്, അതുകൊണ്ട് ഡൗട്ട് ഒന്നും തോന്നേണ്ട കാര്യമില്ല. പിന്നെ ഈ ന്യൂറോപ്പതിക്, ഇസ്കീമിക് അതൊക്കെ എഴുതുമ്പോൾ നിങ്ങളുടെ സ്പെല്ലിംഗ് കറക്റ്റ് ആയിരിക്കണം. സ്പെല്ലിംഗ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. ഓക്കെ, അടുത്തത്, ഇഫ് എ പേഷ്യൻസ് DFU is beneath the nail, what kind is it likely to be? അപ്പോൾ പേഷ്യന്റിന്റെ എന്താ DFU, ഡയബറ്റിക് ഫുട്ട് അൾസർ, നെയിലിനടിയിലാണ്, ബിനീത് നെയിലാണെന്നുണ്ടെങ്കിൽ ഏത് കൈൻഡ് ഓഫ് DFU ആണത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എഗെയിൻ നമ്മൾ പോകേണ്ടത് ടെക്സ്റ്റ് എയിലേക്ക് തന്നെയാണ്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എന്തുകൊണ്ടാണ്? മാർജിൻസ് ഓഫ് ദ ഫുട്ട് ആൻഡ് അണ്ടർ ടോനെയിൽ. സോ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ബിനീത് ദ നെയിൽ. സോ ടോനെയിൽ എന്ന് വന്നില്ലെങ്കിലും നെയിൽ എന്ന് വന്നാലും എല്ലാം ഒന്നാണ്. ബിക്കോസ് ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫുട്ട് അൾസറിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. സോ അവിടെ അണ്ടർസ്റ്റുഡ് ആണ്. അണ്ടർ ദ ടോനെയിൽ എന്ന് വന്നപ്പോൾ ബിനീത് ദ നെയിൽ എന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആണ്. സോ വാട്ട് കൈൻഡ് ഇറ്റ് ഈസ്? ഇറ്റ് ഈസ് ന്യൂറോ ഇസ്കീമിക്. സോ ദ സെയിം സ്പെല്ലിംഗ് അവിടെ എഴുതുക. ഇതിനകത്തെ സ്പെല്ലിംഗ് ഒന്നും മാറ്റി എഴുതരുത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, താങ്ക് യു. We'll move to the next question. So 9th one. What type of dressing should you avoid if a patient's wound is infected? അപ്പൊ ഏത് ടൈപ്പ് ഓഫ് ഡ്രസ്സിംഗ് ആണ് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടത് പേഷ്യന്റ് wound ഇൻഫെക്റ്റഡ് ആണെങ്കിൽ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ വാട്ട് ടൈപ്പ് ഓഫ് ഡ്രസ്സിംഗ് എന്ന് ചോദിച്ചപ്പോൾ ഏത് ടെക്സ്റ്റിലേക്കാണ് പോകേണ്ടത്? ടൈപ്പ് ഓഫ് ഡ്രസ്സിംഗിലേക്ക് പോകണം. ഒരിക്കലും ടൈപ്പ് ഓഫ് ഡയബറ്റിക് ഫുഡ് അൾസറിലേക്കല്ല പോകേണ്ടത്, ടൈപ്പ് ഓഫ് ഡ്രസ്സിംഗിലേക്ക് പോകും. ഇവിടെ ടൈപ്പ് ഓഫ് ഡ്രസ്സിംഗിൽ നോക്കിക്കേ, ടൈപ്പ് ഓഫ് ഡ്രസ്സിംഗ് ഇവിടെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ടൈപ്പ് ഓഫ് ഡ്രസ്സിംഗ് ഷുഡ് യു അവോയ്ഡ് ഇഫ് എ പേഷ്യൻസ് wound is infected? സോ wound ഇൻഫെക്റ്റഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ദേ ഇവിടെ നോക്കിയേ, കൺസേൺസ് അബൌട്ട് യൂസ് ഫോർ ഇൻഫെക്റ്റഡ്. ഡെഫിനറ്റ്ലി wound ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഡിസഡ്വാൻറ്റേജ് ആണ് അല്ലെ, അഡ്വാൻറ്റേജ് അല്ലല്ലോ. ഡ്രസ്സിംഗ് ഇട്ടപ്പോ അഡ്വാൻറ്റേജസ് ഉണ്ടായതാണോ wound ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്? അതിന്റെ താഴെ പോയി നോക്കിയത്. ഇവിടെ എല്ലാം നോക്കേണ്ട ഒരു ആവശ്യമില്ല, നേരെ ഡിസഡ്വാൻറ്റേജസിലേക്ക് പോവുക. അപ്പൊ ഇവിടെ കൺസേൺസ് അബൌട്ട് യൂസ് ഫോർ ഇൻഫെക്റ്റഡ് wounds, അപ്പം കൺസേൺ ഉണ്ട്, ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പം അത് ഏതാണോ ഡ്രസ്സിംഗ്?
Hydrocolloid. Hydrocolloids. Next question. അടുത്ത എന്താണ്? ഇഫ് യു നീഡ് ടു ഫിൽ എ ക്യാവിറ്റി വിച്ച് ഡ്രസ്സിംഗ് ഈസ് ബെസ്റ്റ്. ഞാൻ ഇങ്ങനെ സ്പീഡിൽ വായിക്കുന്ന മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങൾ വായിക്കേണ്ടതും ഇങ്ങനെയാണ്. പതിയെ പതിയെ ഇരുന്ന് വായിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ടൈം ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പൊ പെട്ടെന്ന് വായിക്കണം. കാര്യം ഫാസ്റ്റ് റീഡിംഗ് ആണ് ഇവിടെ. ഓക്കെ, സോ ഇഫ് യു നീഡ് ടു ഫിൽ എ ക്യാവിറ്റി വിച്ച് ഡ്രസ്സിംഗ് ഈസ് ബെസ്റ്റ്. അപ്പോൾ ഒരു ക്യാവിറ്റി ഫില്ല് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏത് ഡ്രസ്സിംഗ് ആയിരിക്കും ബെസ്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ നോക്കി, ആരുടെയോ ഡിസ്ട്രാക്ഷൻ ഉണ്ട്. ആരുടെ ഡിസ്ട്രാക്ഷൻ ഉള്ളവരൊന്ന് മ്യൂട്ട് ചെയ്യുക. ഓക്കെ ഓക്കെ, സോ ഇഫ് യു നീഡ് ടു ഫിൽ എ ക്യാവിറ്റി വിച്ച് ഡ്രസ്സിംഗ് ഈസ് ബെസ്റ്റ്, അപ്പൊ അഡ്വാൻറ്റേജ് ആണ് അല്ലെ. ഒരു ക്യാവിറ്റി ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക്, ഏത് ഡ്രസ്സിംഗ് ആണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്നുള്ളതാണ്. സോ എന്താണ് അഡ്വാൻറ്റേജിന്റെ താഴെ പോവുക. ടു ഫിൽ എ ക്യാവിറ്റി. സോ ഫിൽ എ ക്യാവിറ്റി ആയിട്ട് ബന്ധമുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇവിടെ നോക്കും. ഇവിടെ ഡൊണേറ്റ് ലിക്വിഡ് തെർമൽ ഇൻസുലേഷൻ ഒക്കെ പറഞ്ഞിട്ട് ഹൈലി അബ്സോർബ് ബാക്ടീരിയ സ്റ്റിറ്റിക് ഹ്യൂമറ്റോ യൂസ്ഫുൾ ഫോർ പാക്കിംഗ് ഡീപ് വൂൺസ്. സോ പാക്കിംഗ് ഡീപ് വൂൺസ് എന്താണ്? ആഴത്തിലുള്ള മുറിവ് അല്ലെ, അതാണ് ഫിൽ എ ക്യാവിറ്റി. So packing deep wounds. So the answer will be alginates. ഏത് ഡ്രസ്സിംഗ് ആണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ആൽജിനേറ്റ്സ് എഴുതുക. ഇനി എന്തുകൊണ്ടാണ് ഞാൻ ഈ സിനോണിംസ് ഒന്നും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കാത്തത് എന്ന് വെച്ചാൽ, നിങ്ങൾ അതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും, എന്നിട്ട് അത് കാണാതെ പഠിക്കും. അടുത്ത മെറ്റീരിയൽ വരുമ്പോൾ ഇതിന് ഈ വാക്ക് തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കും. അതായിരിക്കില്ല അവിടെ വരുന്നത്. ബിക്കോസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സിനാരിയോ. ആ സിനാരിയോ അനുസരിച്ച് ഡെഫിനറ്റ്ലി സിനോണിംസ് മാറും. ഒരിക്കലും അതായത് ഇപ്പൊ ഇവിടെ പാക്കിംഗ് ഡീപ് വൂൺസ് എന്ന് പറഞ്ഞു, അതിന്റെ ഒരു സിനോണിമാണ് ഇവിടെ തന്നെ സിനോണിമസ് ലാംഗ്വേജ് ആണ് ടു ഫിൽ എ ക്യാവിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വിചാരിച്ച് വേറെ ഏതൊരു സിറ്റുവേഷൻ വന്നാലും ഈ സെയിം വാക്കെടുത്ത് അവിടെ കൊണ്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ ആവില്ല. ഓക്കെ, സോ OIT-യുടെ അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഒരിടത്ത് പറയുന്ന അതേ വാക്കെടുത്ത് വേറൊരിടത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ശരിയാവണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. അതുകൊണ്ടാണ് നമ്മുടെ സിനോണിംസ് ഒന്നും സ്ക്രീനിൽ അതുപോലെ എടുത്ത് കാണിക്കാത്തത്. ഓക്കെ, സോ നിങ്ങൾ അതൊക്കെ കണ്ടുപിടിച്ച് പഠിക്കുക, മനസ്സിലാക്കി വെക്കുക, ഒരിക്കലും കാണാതെ പഠിക്കരുത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ഡ്രസ്സിംഗ് മേ കോസ് ആൻ ഇൻഫ്ലമേഷൻ ഓഫ് ദ സ്കിൻ. അപ്പൊ ഏത് ടൈപ്പ് ഓഫ് ഡ്രസ്സിംഗ് ആണെന്നാണ് അഗെയിൻ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇൻഫ്ലമേഷൻ ഓഫ് ദ സ്കിൻ, സ്കിന്നിന്റെ ഇൻഫ്ലമേഷൻ. അപ്പം സ്കിൻ ഇൻഫ്ലമേഷന് കാരണമാവുന്ന എന്താണെന്നുള്ളതാണ്. സോ അഗെയിൻ എവിടെയായിരിക്കും അത് പറഞ്ഞിരിക്കുന്നത്? ഇൻഫ്ലമേഷൻ ഓഫ് സ്കിൻ. എന്താണ് ഇൻഫ്ലമേഷൻ ഓഫ് ദ സ്കിൻ എന്ന് പറയുമ്പം? ഡെർമറ്റൈറ്റിസ് ആണ്. സോ ആൻസർ എന്താണ്? ഏതാണ്? ഫോംസ്. സിമ്പിൾ, സോ സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സോറി, ഇഫ് കോസ്റ്റ് ഈസ് ആൻ ഇഷ്യൂ വിച്ച് ഡ്രസ്സിംഗ് ഈസ് ബെസ്റ്റ്. കാശ് ഒരു കോസ്റ്റ് ഒരു ഇഷ്യൂ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഏത് ഡ്രസ്സിംഗ് ആണ് ബെസ്റ്റ്? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അഡ്വാൻറ്റേജസിൽ പോയി നോക്കണം അല്ലെ. കോസ്റ്റിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇൻഎക്സ്പെൻസീവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എക്സ്പെൻസീവ് അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏതാണ് ആൻസർ? ലോ അഡ്ഹറൻസ്. യെസ്, ലോ അഡ്ഹറൻസ് ആണ് ആൻസർ വന്നിരിക്കുന്നത്. ഫൈൻ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ടു ടൈപ്പ് ഓഫ് DFU ഓഫൺ ഷോ സൈൻസ് ഓഫ് നെക്രോസിസ്. അപ്പൊ ഏത് രണ്ട് ടൈപ്പ് DFU ആണ് എപ്പോഴും സൈൻസ് ഓഫ് നെക്രോസിസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പൊ രണ്ടെണ്ണം എഴുതണം എന്നുള്ളത് ഉറപ്പാണ്. സോ നിങ്ങളുടെ ടെക്സ്റ്റ് എയിലേക്ക് പോവുക, അവിടെ ചെന്ന് നോക്കുക ഏതാണ് നെക്രോസിസ് കാണിച്ചിരിക്കുന്നത്. ഇപ്പം ഫസ്റ്റ് ഇവിടെ നെക്രോസിസ്, കാലസ് ഓർ നെക്രോസിസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു റോ ഇങ്ങനെ നോക്കിയാൽ മതി. അപ്പൊ അതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? കാലസ് പ്രസന്റ് ആൻഡ് ഓഫൺ തിക്ക്. കാലസ് എന്തായിരിക്കും? ഓഫൺ തിക്ക് ആയിരിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കോമൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. എഗെയിൻ മിനിമൽ കാലസ് പ്രോൺ ടു നെക്രോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നെക്രോസിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് എവിടെയൊക്കെയാണ്? ഇസ്കീമിക് ആൻഡ് ന്യൂറോയിസ്കീമിക് എന്ന ആൻസർ എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് DFU. അവിടെ ഡിസ്ട്രാക്ഷൻ ഉള്ള ആള് പ്ലീസ് മ്യൂട്ട് യുവർ മൈക്രോഫോൺ. ഓക്കെ, നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞിട്ട് മ്യൂട്ട് ചെയ്യുക. വിച്ച് ടൈപ്പ് ഓഫ് ഡ്രസ്സിംഗ് പ്രൊവൈഡ്സ് മോയ്സ്ചർ ടു എ വൂണ്ട്. ഏത് ടൈപ്പ് ഓഫ് ഡ്രസ്സിംഗ് ആണ് വൂണ്ടിന് മോയ്സ്ചറൈസിങ് എഫക്റ്റ് കൊടുക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ വിച്ച് ടൈപ്പ് ഓഫ് ഡ്രസ്സിംഗ് എന്ന് ചോദിച്ചത് കൊണ്ട് തന്നെ ഏത് ടൈപ്പ് ഡ്രസ്സിംഗ് എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എഗെയിൻ എങ്ങോട്ടാണ് നിങ്ങൾ പോവേണ്ടത്? നോക്കുക. ഈ മോയ്സ്ചറൈസിങ് എഫക്റ്റ് കൊടുക്കുന്ന എന്നൊക്കെ പറയുന്നത് ഒരു അഡ്വാൻറ്റേജ് ആണ്, ഒരിക്കലും ഡിസഡ്വാൻറ്റേജ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അത് ഡിസഡ്വാൻറ്റേജിൽ വരുമോ അഡ്വാൻറ്റേജിൽ വരുമോ എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം ഒന്ന് ചിന്തിക്കുക. എന്നിട്ട് അവിടെ കൃത്യമായിട്ടും പോയി നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ടപ്പുണ്ട്. മറ്റേതിങ്ങനെ നിങ്ങൾക്ക് കിട്ടും, പക്ഷെ എന്നാലും
ആ സമയം കൂടി നിങ്ങൾക്ക് വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യം തന്നെ ഉള്ളൂ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ആ ഒരു ഇത് എന്താ മോയ്സ്ചറൈസിങ്ങിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് ഇവിടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഹൈപ്പോ അലർജനിക്ക്, അബ്സോർബന്റ്, ഇതെല്ലാം പറയും. അബ്സോർബന്റ് ഓക്കെ, ഇങ്ങനെ ജസ്റ്റ് ഓടിച്ച് പെട്ടെന്ന് നോക്കുക. അപ്പം ഡൊണേറ്റ് ലിക്വിഡ് എന്ന് പറയുന്നത് എന്താണ്? അതാണ് ഇവിടെ മോയ്സ്ചർ ടു വൂണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ എന്താണ് ആൻസർ വരിക? Hydrogen. ഹൈഡ്രോജൻസ്. വെരി സിമ്പിൾ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ ഈ ഒരു 14 വരെയുള്ള ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മുടെ ഉള്ളത് 6 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ നമ്മൾ 1 minute 10 seconds കൊണ്ട് ആദ്യത്തെ 6 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തു. 4 minutes 48 seconds കൊണ്ട് രണ്ടാമത്തെ സെറ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു. സോ 4 + 1 5 minutes 58 seconds ആണ് നമ്മൾ എടുത്തിരിക്കുന്ന കംപ്ലീറ്റ് ടൈം ഈ ഒരു 14 വരെയുള്ള ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നോക്കിയേ, 15 തൊട്ട് 20 വരെയുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? 6 ക്വസ്റ്റ്യന്റെ ആൻസറും കൂടി നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വെറുതെ ഇരിക്കാം. അപ്പൊ നോക്കിയേ, 15th one, ചെക്ക് ദാറ്റ് ഡാഷ് വിൽ സ്റ്റിൽ ഗോ ഓൺ ആഫ്റ്റർ ദ ഡ്രസ്സിംഗ് ഹാസ് ബീൻ അപ്ലൈഡ്. സോ ഡ്രസ്സിംഗ് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെക്ക് ചെയ്യണം, എന്തോ ഒരു സംഭവം പിന്നും അവർ യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റിൽ ഗോ ഓൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ചെക്ക്, എന്തോ ഒരു സാധനം ചെക്ക് ചെയ്യണം. അപ്പൊ ഏത് ടെക്സ്റ്റിലേക്കാണ് പോവേണ്ടേ? ബി. യെസ്, ബിയിൽ പോവുക, നോക്കുക എന്താണെന്ന് നോക്കുക. അപ്പം ചെക്ക് ചെയ്യേണ്ട കാര്യമാണ് നോക്കേണ്ടത്. ഓക്കെ, അവോയ്ഡ് ചെയ്യേണ്ട കാര്യമല്ല, ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. അവോയ്ഡ് ചെയ്യേണ്ട കാര്യം, യൂസ് ചെയ്യേണ്ട കാര്യം, ചെക്ക് ചെയ്യേണ്ട കാര്യം എല്ലാം അവിടെ എഴുതിയിട്ടുണ്ട് അല്ലെ? റിമെമ്പർ ചെയ്യേണ്ട കാര്യം, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ചെക്ക് ദാറ്റ് എന്ന് പറയുമ്പോൾ ഒരിക്കലും അവോയ്ഡിലായിരിക്കത്തില്ല. അതൊക്കെ നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ ഇത് കുറെ മെറ്റീരിയൽസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും. ഫൈൻ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ഡ്രസ്സിംഗ് ഷുഡ് ഫോളോ ദ ഷേപ്പ് ഓഫ് ദ wound so that there is no dash. ഡ്രസ്സിങ് എപ്പോഴും ഊണ്ടിന്റെ ഷേപ്പ് അനുസരിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു സംഭവം ഉണ്ടാവില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. ദർ ഈസ് നോ ഡാഷ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഏത് ടെക്സ്റ്റിൽ പോണം? ബി. ഓക്കെ, അവിടെ പോയിട്ട് നോക്കുക എന്താണ് ഡ്രസ്സിങ് ചെയ്യുമ്പം എങ്ങനെയുള്ള കാര്യമാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പൊ എന്ത് സാധനം ഉണ്ടാവില്ല എന്നുള്ളതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെ ദർ ഈസ് നോ എന്നൊന്നും പറഞ്ഞ് അവിടെ ഉണ്ടാവില്ല. അതെപ്പോഴും നിങ്ങൾ ചിന്തിക്കുക. അതുപോലെ ഫോളോ ദ ഷേപ്പ് ഓഫ് ദ വുണ്ട് ഒന്നും അവിടെ ഉണ്ടായിരിക്കത്തില്ല. അങ്ങനെ വിചാരിച്ചു വേണം നിങ്ങൾ പോയി നോക്കാൻ. എപ്പോഴും അതിന്റെ മീനിങ് മാത്രമേ നിങ്ങൾ എടുക്കാവുള്ളൂ. സെയിം വേർഡ്സിന് വേണ്ടി സെർച്ച് ചെയ്യരുത്. പലരും ചെയ്യുന്നത് ഷേപ്പ് ഓഫ് ദ വുണ്ട്, ആ ഷേപ്പ് ഓഫ് ദ വുണ്ടിനെ എടുത്തോണ്ട് പോകും. അവിടെ ചെന്ന് ഷേപ്പ് ഓഫ് ദ വുണ്ട് ഒന്നും നോക്കിയാൽ ഉണ്ടാവില്ല. ഓക്കെ, അടുത്തത് 17th ക്വസ്റ്റ്യൻ. ഡ്രോ എ ലൈൻ അറൌണ്ട് എനി ഡാഷ് ആൻഡ് ആസ്ക് ദ പേഷ്യന്റ് ടു ഗെറ്റ് ഇൻ ടച്ച് ഇഫ് ഇറ്റ് വേഴ്സൺസ്. സോ നമ്മൾ ആ എന്താ പറയുന്നത്, ഡ്രോ എ ലൈൻ അറൌണ്ട്, എന്തോ ഒരു സംഭവത്തിന് ചുറ്റുമായിട്ടൊരു ലൈൻ വരയ്ക്കണം. എന്നിട്ട് പേഷ്യന്റിനോട് പറയണം ഇത് വേഴ്സൺ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് ഇൻഫോം ചെയ്യണമെന്നുള്ളത്. അതാണ് സംഭവം. അപ്പം ഇത് ഏത് ഇതിനകത്ത് വരും? ഓക്കെ, ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഡ്രോ എ ലൈൻ അറൌണ്ട് എനി ഡാഷ് ആൻഡ് ആസ്ക് ദ പേഷ്യന്റ് ടു ഗെറ്റ് ഇൻ ടച്ച് ഇഫ് ഇറ്റ് വേഴ്സൺസ്. ഇപ്പൊ ഏത് ഭാഗത്തായിട്ട് വരും? ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻസ്പെക്ഷൻ അല്ലേ? നിങ്ങൾ ഊണ്ട് നോക്കി കഴിയുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അല്ലെങ്കിൽ ഇതിന് മാർക്ക് ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും വന്ന് കൂടുവാണെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ഇൻഫോം ചെയ്യണം. സാധാരണ നമ്മൾ പറയുന്ന സെയിം സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഫൈൻ. 18th one. You might need to involve a dash in the patient's care if you cannot detect a pulse. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? If you cannot detect a pulse in the food. അപ്പം പൾസ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ആരെയോ ഇൻവോൾവ് ചെയ്യിക്കണം പേഷ്യന്റിന്റെ കെയറിൽ എന്നാണ് പറയുന്നത്. അപ്പൊ പൾസ് കിട്ടുന്നില്ലെങ്കിൽ, അപ്പൊ പൾസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നും നമ്മൾ എവിടെയാ കണ്ടത്? പൾസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ള ആ ഒരു ഭാഗത്തൊക്കെ ഓടിപ്പോയി നോക്കുക. എന്താണെന്ന്, ആരെ കോണ്ടാക്ട് ചെയ്യണം അല്ലെങ്കിൽ ആരെ ഇൻവോൾവ് ചെയ്യണം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 19th one. To maintain a good blood flow, leave dash free of tight bandage. അപ്പോൾ നല്ലൊരു ബ്ലഡ് ഫ്ലോ ഉണ്ടാവണമെങ്കിൽ, അപ്പൊ ആ മെയിൻറ്റെയിൻ ഗുഡ് ബ്ലഡ് ഫ്ലോ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ലീവ് ഡാഷ് ഫ്രീ ഓഫ് ടൈറ്റ് ബാൻഡേജസ്. അപ്പൊ ടൈറ്റ് ബാൻഡേജസ് എപ്പോഴാണ് നമ്മൾ ബാൻഡേജസ് യൂസ് ചെയ്യുന്നത്? ഡ്രസ്സിങ്ങിന്റെ ടൈമിൽ. സോ ഏതാണ് ടെക്സ്റ്റ്? ബി. ഓക്കെ, അവിടെ പോയി നോക്കുക എന്ത് ആണ് ലീവ് ചെയ്യേണ്ടത്.
ബ്ലഡ് ഫ്ലോ ഉണ്ടാവാൻ ഏതോ ഒരു ഭാഗം ലീവ് ചെയ്യണം എന്നായിരിക്കും അല്ലേ, ഡെഫിനറ്റ്ലി. ഇപ്പൊ കാലിലെ ഏതോ ഒരു ഭാഗം വിട്ടിട്ട് അല്ലെങ്കിൽ ടൈറ്റ് ആക്കാതെ ചെയ്യണം എന്നുള്ളതാണ്. ഈ ടൈറ്റ് ബാൻഡേജസും അവിടെ പോയി നോക്കിയാൽ കാണത്തില്ല. അതൊക്കെ എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ വെക്കുക. Then next one, 20th one, make sure the wound is level, otherwise the dash won't be able to grow across. അപ്പം നിങ്ങൾ എപ്പോഴാണ് wound ലെവൽ ആണോ എന്ന് നോക്കേണ്ടത്? ഡ്രസ്സിങ് ചെയ്യുമ്പോഴാണോ wound ലെവൽ ആണോ എന്ന് നോക്കേണ്ടത്? എപ്പോഴാ? Debridement. ഓക്കെ, ആ ടെക്സ്റ്റിൽ പോയി നോക്കുക, wound ലെവൽ ആണോ എന്ന് നോക്കണം. അതല്ലെങ്കിൽ എന്താണ്? അതർവൈസ് എന്തോ ഒരു സംഭവം വളരില്ല, won't be able to grow across, അതിന് വളരാൻ സാധിക്കില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞോ? യെസ് മാം. കഴിഞ്ഞു. എത്ര സമയം എടുത്തു എന്നറിയാവോ? അഗെയിൻ 4 minutes 30 seconds. അപ്പൊ നമ്മൾ നേരത്തെ ഒരു 5 minutes 58 seconds, സോ 6 minutes എടുത്തു. ഇപ്പൊ ഇവിടെ ഒരു 4 minutes എടുത്തു, 4 minutes 30 seconds. സോ ഹാർഡ്ലി 10 minutes 30 seconds ആണ് നമ്മൾ എടുത്തിരിക്കുന്ന സമയം. അപ്പൊ ഇനി നിങ്ങൾക്ക് എത്ര സമയമുണ്ട് ബാക്കി? ഓൾമോസ്റ്റ് 5 minutes ഉണ്ട്. കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 4 minutes 30 seconds. അപ്പോൾ ഇത്രയും സമയം നിങ്ങൾക്ക് ബാക്കിയുണ്ട്. ഇത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പം അഥവാ പെട്ടെന്ന് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കിട്ടിയില്ല, അപ്പൊ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിഷ നോക്കിയ സമയത്ത് നിഷയ്ക്ക് 17th ക്വസ്റ്റ്യൻ കിട്ടിയില്ല എന്ന് വിചാരിക്കുക. അപ്പൊ നിഷ എന്താ ചെയ്യണ്ടേ? അതിനെക്കുറിച്ച് ആലോചിച്ച് ആ ടെക്സ്റ്റിൽ പോയി നോക്കി, കണ്ടില്ല, അതാണ് ഉദ്ദേശിച്ചത്, പക്ഷെ അതിലില്ല, ഇതിൽ പോയി നോക്കി. അല്ല, നിങ്ങൾക്ക് ടെക്സ്റ്റ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഓൺ ദി സ്പോട്ട് ആ ക്വസ്റ്റ്യൻ ലീവ് ചെയ്യാം. അത് വിട്ടിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. ഒരിക്കലും അവിടെ ഇരിക്കരുത്. ആ ക്വസ്റ്റ്യൻ പിടിച്ചിരുന്നാൽ ബാക്കി താഴോട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് സമയം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ ആണോ കിട്ടാത്തത്, അതിന് ഒരു ക്വസ്റ്റ്യൻ അല്ല, 2 ക്വസ്റ്റ്യൻ അല്ല, 3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും കിട്ടാത്ത ക്വസ്റ്റ്യൻസ് എല്ലാം അവിടെ കളഞ്ഞിട്ട് അടുത്ത താഴോട്ട് പോവുക. ഓക്കെ, ലാസ്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് സമയം കിട്ടും. അപ്പോൾ ഉറപ്പായിട്ടും ബാലൻസ് സമയം ഉണ്ടാവും. ആ സമയത്ത് പോയി ഇതൊന്നും കൂടി നോക്കി കണ്ടുപിടിക്കുക. അതല്ലാതെ ഒരു കാരണവശാലും എനിക്കൊരു ഉത്തരം കിട്ടിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ ഇരുന്നത് കണ്ടുപിടിക്കാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ കംപ്ലീറ്റ് സമയം പോകും. സോ സ്കിപ്പിംഗ് എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്ത് പോവാന്ന് പറയും അല്ലെ. ആ സ്കിപ്പിംഗ് എന്ന് പറയുന്ന ഒരു സ്കില്ലാണ്. അത് നിങ്ങളുടെ റീഡിംഗ് പാർട്ട് അല്ലെങ്കിൽ ഏത് സബ് ടെസ്റ്റ് ചെയ്യുന്ന സമയമാണെങ്കിലും ഏത് പാർട്ട് ചെയ്യുന്ന സമയമാണെങ്കിലും നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പൊ ഞാൻ ഓർക്കും, പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കുഴപ്പമില്ല, ഞാനിത് കണ്ടുപിടിച്ചിട്ട് പോവാം, പക്ഷെ ഞാൻ എക്സാമിന് പോയിരിക്കുമ്പോഴത്തേനും ഞാൻ സ്കിപ്പ് ചെയ്തോളാം എന്ന് വിചാരിക്കും. നോ, അത് പോസിബിളേ അല്ല. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യം പ്രാക്ടീസ് ചെയ്യുന്നു, നിങ്ങൾ ഏത് രീതിയിൽ ചെയ്യുന്നു, ദ സെയിം തിങ് മാത്രമേ നിങ്ങൾക്ക് എക്സാമിൽ പോയിരുന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരിക്കലും നിങ്ങൾക്ക് അതിനപ്പുറത്തേക്ക് വേറൊരു കാര്യവും ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ എന്താണോ പ്രാക്ടീസ് ചെയ്യുന്നത് അത് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫൈൻ. ഇനി നമുക്ക് നോക്കാം ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട്. ഓക്കെ, സോ 15th question. Check that dash will still go on after the dressing has been applied. നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണോ എന്ന് കേട്ടോ. ഇപ്പൊ എന്തോ ഒരു സംഭവം ചെക്ക് ചെയ്യണമെന്ന് പറയുന്നുണ്ട്, എന്തോ ഒരു സാധനം ഉണ്ടായിരിക്കണം. ഡ്രസ്സിങ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവർ എന്തോ ഒരു സംഭവം യൂസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് ഉറപ്പുവരുത്തേണ്ടത്. സോ ഇവിടെ നോക്കിയ അപ്ലൈയിങ് ഡ്രസ്സിങ്ങിലാണെന്ന് നമുക്ക് മനസ്സിലായി. ടെക്സ്റ്റ് ബിയിലേക്ക് നമ്മൾ നേരെ വന്നു. ഇവിടെ വന്ന് നമ്മൾ നോക്കുവാണ്, എന്താണ് ചെക്ക് ചെയ്യണം എന്ത് സംഭവം ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പം അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അവോയ്ഡ് ചെയ്യേണ്ട നോക്കേണ്ട കാര്യമില്ല. കാര്യം നമ്മളോട് ചെക്ക് ചെയ്യാനാ പറയുന്നത്. അപ്പൊ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യം നോക്കേണ്ട ഒരു ആവശ്യമില്ല. സോ നേരെ ആ അവോയ്ഡ് എന്നുള്ള ഒരു വാക്ക് ഇവിടെ ഉണ്ടെങ്കിൽ ഓക്കെ, അവോയ്ഡ് ടൈറ്റ് ബാൻഡേജിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് എന്താ ഡ്രസ്സിങ് ഇത് സ്റ്റിൽ ഗോ ആണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അടുത്ത എൻഷുർ അല്ല, റിമെമ്പർ ദാറ്റ് ഫുട് വെയർ നീഡ്സ് ടു അക്കോമഡേറ്റ്. അപ്പം എന്താണ് റിമെമ്പർ ദാറ്റ്? അത് ചെക്കിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ്. ഫുട് വെയർ. ഓക്കെ, സോ ചെക്ക് ദാറ്റ്, റിമെമ്പർ ദാറ്റ്. ആ ദാറ്റ് അതുപോലെ അവിടെ ഉണ്ട്, കണ്ടോ. ഫുട് വെയർ നീഡ്സ് ടു അക്കോമഡേറ്റ് എനി ഡ്രസ്സിങ്. അപ്പോൾ ഡ്രസ്സിങ് കഴിഞ്ഞാലും ഡ്രസ്സിങ് ഉള്ളപ്പോഴും എല്ലാം ഈ ഫുട് വെയർ യൂസ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് സ്റ്റിൽ ഗോ ഓൺ എന്ന് പറഞ്ഞിരിക്കുന്നത്? ഫുട് വെയർ. കിട്ടിയോ ആൻസർ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. നെക്സ്റ്റ് 16th. The dressing should follow the shape of the wound so that there is no dash. So again ഡ്രസ്സിങ്ങിലേക്ക് പോവാണ്.
എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം നോക്കണം, ഷുഡ് ഫോളോ ദ ഷേപ്പ് ഓഫ് ദ wound സോ ദാറ്റ് ദർ ഈസ് നോ സംതിങ്. ഓക്കെ, സോ നോ എന്നുള്ള വാക്കാണ്. ആ നോ അതുപോലെ തന്നെ അവിടെ ഉണ്ടാവണമെന്നൊന്നും ഒരു ഉറപ്പില്ല. നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ എന്താണ്, ദ ഡ്രസ്സിംഗ് ഷുഡ് ഫോളോ ദ ഷേപ്പ് ഓഫ് ദ wound സോ ദാറ്റ് ദർ ഈസ് നോ. സോ ഇവിടെയും അവോയ്ഡ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യം ആയിരിക്കത്തില്ല പറയുന്നത് അല്ലേ. അപ്പൊ നോക്കുക, യൂസ് അപ്രോപ്രിയേറ്റ് അല്ല. ദെൻ എൻഷുർ wound ഡെഡ് സ്പേസ് ഈസ് എലിമിനേറ്റഡ്. ഇവിടെ നോക്കിക്കേ, ബ്രാക്കറ്റിൽ കിടക്കുന്ന കാര്യത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറഞ്ഞതിന്റെ കാര്യം മനസ്സിലാവുന്നുണ്ട്. അതെ, എക്സാമ്പിൾ നോക്കിക്കേ, യൂസ് എ ഡ്രസ്സിംഗ് ദാറ്റ് കൺഫോംസ് ടു ദ കോണ്ടോർസ് ഓഫ് ദ wound bed. കോണ്ടോർസ് ഓഫ് ദ wound bed എന്ന് പറയും. കോണ്ടോർ എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? കോണ്ടോർ. അപ്പൊ ഒരു ഷേപ്പ് വരുത്തുകയാണ് അല്ലെ കോണ്ടോർ. ഇപ്പൊ നമ്മള് എന്താ ഈ നമ്മുടെ എന്താണ് മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം അല്ലെ, കോണ്ടോർ ചെയ്യാന്നൊക്കെ ഉള്ള വാക്കുകൾ മിക്കപ്പോഴും നമ്മൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ കേൾക്കുന്ന സംഭവങ്ങളാണ്. അപ്പൊ സെയിം തന്നെയാണ് ആ ഒരു ഇപ്പം നോസിന് ഇപ്പോൾ ഒരു ഷേപ്പ് കൊടുക്കാൻ വേണ്ടി നമ്മൾ കോണ്ടോർ ചെയ്ത് നമ്മൾ ഷേപ്പ് ആക്കുന്നുണ്ട് അല്ലെ മേക്കപ്പിന്റെ സമയത്തൊക്കെ ആൾക്കാർക്ക്, അതൊക്കെ നമ്മൾ കാണുന്ന കാര്യമാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ ഡെയിലി നടക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ല, നമ്മൾ പലയിടത്തുനിന്നും കേൾക്കുന്ന കാര്യങ്ങൾ എല്ലാം നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അപ്പൊ നോക്കി, ഇവിടെ ആ ഒരു മീനിങ് എടുത്താൽ മതി, നമുക്ക് പെട്ടെന്ന് സംഭവം കിട്ടി അല്ലെ. അപ്പം ഈ ഷേപ്പ് ഓഫ് ദി ഉണ്ടെന്നും പറഞ്ഞ് തന്നെ പോയി കഴിഞ്ഞാലൊന്നും നിങ്ങൾക്ക് ആ സംഭവം അവിടെ നിന്ന് കിട്ടും. ഷേപ്പ് ചിലർ എന്താ ചെയ്യുന്നത്, എന്താ ഉത്തരം കിട്ടാത്തതെന്ന് അറിയാം. പലർക്കും ഉത്തരം കിട്ടാൻ ഡിഫിക്കൽട്ടി ഉണ്ടാവുന്നത് ഷേപ്പ് ഓഫ് ദ വുണ്ട്. ഇങ്ങനെ നോക്കും, ഷേപ്പ് ഉണ്ടോ, ഷേപ്പ് ഇങ്ങനെ അങ്ങനെ നോക്കും, ഒരു ഷേപ്പും ഉണ്ടാവില്ല. ലാസ്റ്റ് റിസൾട്ട് വരുമ്പോൾ നമ്മുടെ ഷേപ്പ് മാറുകയുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കേണ്ടത് എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതിന് പകരമായിട്ട് അവിടെ ടെക്സ്റ്റിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, മീനിങ് മാത്രമേ നമ്മൾ എടുക്കാവുള്ളൂ. വേർഡ് എടുത്തോണ്ട് പോകരുത്, എപ്പോഴും മീനിങ് എടുത്തിട്ടുണ്ട്. അപ്പം എന്താണ് there is no. ഓക്കെ, നെക്സ്റ്റ് വൺ, draw a line around any dash and ask the patient to get in touch if it worsens. സോ ഒരു ലൈൻ വരയ്ക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അറൌണ്ട് something. Okay, draw a line around any dash and ask the patient to get in touch if it worsens. Worsen ആയി കഴിഞ്ഞാൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യണമെന്ന് പറയുവാണ്. സോ എന്താണ് ആ സംഭവം? ഇൻസ്പെക്ഷന്റെ സമയത്താണ് അല്ലെ, ഡ്രസ്സിംഗ് ചെയ്യുന്ന സമയത്തല്ല അല്ലെ. ഡ്രസ്സിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡ്രസ്സിംഗ് ചെയ്യുന്നേ ഉള്ളൂ. നമ്മൾ മേക്ക് ഷുവർ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ ഡ്രസ്സിംഗിന്റെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ആപ്ലിക്കേഷന്റെ കാര്യത്തിൽ. ഇൻസ്പെക്ഷന്റെ അവിടെയാണ് അപ്പൊ നമ്മൾ പോയി നോക്കേണ്ടത്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് എ ഗുഡ് ഐഡിയ ടു മാർക്ക് ദ എക്സ്റ്റെന്റ് ഓഫ് എനി cellulitis with an indelible marker and tell the patient. ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? Ask the patient എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? Tell the patient to contact the food care team immediately if the redness moves substantially beyond the line. അപ്പൊ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുഡ് കെയർ ടീമിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സെയിം കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് വേഴ്സൺ ആവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണോ പറഞ്ഞിരിക്കുന്നത്, റെഡ്നെസ് ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യണം. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇറ്റ് ഈസ് ഗുഡ് ഐഡിയ ടു മാർക്ക് ദ എക്സ്റ്റെന്റ് ഓഫ് എനി സെല്ലുലൈറ്റിസ് വിത്ത് ആൻ ഇൻഡെലിബിൾ മാർക്കർ. ഇൻഡെലിബിൾ മാർക്കർ കൊണ്ട് യൂസ്. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഡ്രോ എ ലൈൻ അറൌണ്ട് എനി എന്ന് പറയുന്നത് അവിടെ അങ്ങനെ തന്നെയുണ്ട്, സെല്ലുലൈറ്റിസ്. സോ എനി എന്നുള്ള അവിടെ ഉള്ളത് കൊണ്ട് ഞാൻ സെല്ലുലൈറ്റിസ് മാത്രം ഇവിടെ എടുത്ത് എഴുതിയാൽ മതി അല്ലേ. ഡ്രോ എ ലൈൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, മാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇൻഡെലിബിൾ മാർക്കർ കൊണ്ട് മാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലേ. നമ്മൾ സാധാരണ എന്തെങ്കിലും പൂണ്ടൊക്കെ ചില സമയത്ത് റെഡ്നെസ് മാർക്ക് ചെയ്ത് വെക്കാറുണ്ട് അല്ലേ. പിന്നെ അതിനപ്പുറത്തേക്ക് കയറുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പേഷ്യന്റിനെ ഇൻഫോം ചെയ്യും. നിങ്ങൾക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നുവാണെങ്കിൽ നമ്മളെ ഇൻഫോം ചെയ്യണം എന്നുള്ള കാര്യവും നമ്മൾ പേഷ്യന്റ് പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ലേ. സെയിം സംഭവം തന്നെയാണ്. സോ ആൻസർ എന്താണ്? സെല്ലുലൈറ്റ്. അത് സെയിം സ്പെല്ലിംഗ് തന്നെ ഇവിടെ എഴുതാനായിട്ട് ശ്രമിക്കുക. Okay, then 18th one, you might need to involve a dash in the patient's care if you cannot detect a pulse in the foot. അപ്പൊ നമ്മൾ if cannot detect എന്ന് പറയുമ്പോൾ എവിടെ പോണം? സിയിൽ പോവാ. അപ്പൊ നോക്കാം, if food pulse are absent. അപ്പൊ ഫുഡ് പൾസ് ആബ്സെന്റ് ആണെങ്കിൽ അതാണ് cannot detect a pulse എന്നുള്ളത് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. And management of the peripheral is, please mute your microphone if you're not talking here, please. Otherwise, please exit from the session. നിങ്ങൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് കേട്ടോ. Thank you. If food pulses are absent, assessment and management of the peripheral vasculature is mandatory before removal of non-viable or necrotic tissue is considered. Referral to a vascular surgeon is suggested in this situation. In this situation എന്ന് പറഞ്ഞാൽ ഏത് സിറ്റുവേഷൻ ആണ്?
Food pulses are absent. Pulses are absent. അത് തന്നെയല്ലേ ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ കണ്ട യു മൈറ്റ് നീഡ് ടു ഇൻവോൾവ്, നിങ്ങൾ ഒരു വാസ്കുലാർ സർജനെ ഇൻവോൾവ് ചെയ്യിക്കേണ്ടതായിട്ട് വന്നേക്കാം എന്നാണ് പറയുന്നത്. മൈറ്റ് ഒരു മോഡൽ വെർബാണ്. എന്താണ്, ഒരു പോസിബിലിറ്റി ആണ് പറഞ്ഞു പോകുന്നില്ലേ, വന്നേക്കാം, മേ, മൈറ്റ് എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, സജഷൻ ആണ് അല്ലെ, ഈ സജസ്റ്റഡ് ഇൻ ദിസ് സിറ്റുവേഷൻ. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഇതൊരു സജഷൻ ആണ്, വാസ്കുലാർ സർജനെ ഇൻഫോം ചെയ്യാം അല്ലെങ്കിൽ റെഫറൽ എടുക്കുക എന്നുള്ളത്. സോ എന്താണ് നിങ്ങളുടെ ആൻസർ ഇവിടെ വരിക? Next one, 19th one. To maintain a good blood flow, leave dash free of tight bandages. Of tight bandages വരുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ എവിടെ പോകണം? ടെക്സ്റ്റ് ബിയിൽ പോവുക. ഡ്രസ്സിങ്ങിന്റെ എല്ലായിരിക്കും. അപ്പോൾ എന്തോ ഒരു സംഭവം അവോയ്ഡ് ചെയ്യണമെന്നുള്ളതായിരിക്കാം. കാര്യം എന്താ പറഞ്ഞിരിക്കുന്നത്, നല്ല ബ്ലഡ് ഫ്ലോ ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ഇന്ന കാര്യം ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലീവ് ചെയ്യുക എന്നാണ് പറയുന്നത്. ലീവ് ഡാഷ് ഫ്രീ ഓഫ് ടൈറ്റ് ബാൻഡേജസ്. അപ്പൊ നോക്കാം, ഇവിടെ നോക്കിയേ, അവോയ്ഡ് ബാൻഡേജ് ഫസ്റ്റ് തന്നെ കിടപ്പുണ്ട്. അവോയ്ഡ് ബാൻഡേജിങ് ഓവർ ടോസ് ആസ് ദിസ് മേ കോസ് എ ടൂർണിക്കേറ്റ് ഇഫക്റ്റ്. ഇവിടെ ടൂർണിക്കേറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് എന്ത്? ടൈറ്റ് ബാൻഡേജസ്. ടൈറ്റ് ബാൻഡേജസ്. നമ്മൾ ടൂർണിക്കേറ്റ് പേഷ്യന്റെ കൈ കിട്ടിയ എന്താ അവിടെ സംഭവിക്കുന്നത്? ടൈറ്റനിങ് എഫക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഓ ഇങ്ങനെയൊക്കെ സിനോണിമ് ചോദിക്കുവോ? ഇങ്ങനെയും ചോദിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതിലെല്ലാം ഇതിപ്പോ ഒരു ഒഫീഷ്യൽ സാമ്പിൾ തന്നെയാണ്, OET ഒഫീഷ്യൽ സാമ്പിൾ തന്നെയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യം, ഇങ്ങനെ സിനോണിം ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയും, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഈ ടൂർണിക്കേറ്റ് ഇഫക്റ്റ് കൊണ്ട് വേറെ എവിടെയെങ്കിലും പ്ലേസ് ചെയ്തിട്ട് വേറൊരു സിനാരിയോയിൽ പ്ലേസ് ചെയ്തിട്ട് അവിടെ ഈ ടൈറ്റ് ബാൻഡേജസ് കൊണ്ട് എഴുതി കഴിഞ്ഞാൽ ആ സംഭവം ഇതുമായിട്ട് മാച്ചായി പോവില്ല. പക്ഷെ ഇവിടെ നോക്കുമ്പം ഇത് കറക്റ്റ് ആണ് അല്ലേ? എന്താ, നിങ്ങൾ ടോസ് ലീവ് ചെയ്യുക. അപ്പോൾ എന്താ, അല്ലെങ്കിൽ എന്താ, ദിസ് മേ കോസ് എ ടൂർണിക്കേറ്റ് എഫക്റ്റ്, ടൈറ്റ് ആയിട്ട് ഇരിക്കും എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താ സംഭവിക്കുക, ബ്ലഡ് ഫ്ലോ ഒന്നും പ്രോപ്പർ ആയിട്ട് നടക്കില്ല എന്നുള്ളതാണ്. So instead layer goes over the toes and secure with a bandage from the metatarsal heads to a suitable point on foot. Okay, so avoid bandaging over എന്താണ്, ഏത് ഭാഗമാണ്? അപ്പം leave toes. The last question, 20th one. Make sure the wound is level, otherwise dash won't be able to grow across. അപ്പൊ നിങ്ങൾ ഉറപ്പ് വരുത്തുക നിങ്ങളുടെ wound ലെവലാണ് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ എന്തോ ഒരു സംഭവത്തിന് മുന്നോട്ട് വളർന്ന് വരാൻ പറ്റില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഡിബ്രൈറ്റ്മെന്റിൽ പോവുക. അവിടെ പോയിട്ട് എന്താ ചെയ്യണ്ടേ? നോക്ക്, ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ പെട്ടെന്ന് ചിലപ്പം ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റാത്ത. ബാക്കി എല്ലാ ക്വസ്റ്റിനും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഇതിനകത്ത് ഈ ഉദാഹരണം മാത്രമേ ഉള്ളൂ കുറച്ചൊരു കൺഫ്യൂഷൻ ആയിട്ട് ചിലപ്പോൾ തോന്നിയേക്കാം. മേക്ക് ഷുവർ ദ wound is level, otherwise the dash won't be able to grow across. അപ്പൊ ഇവിടെ it is important to debride the wound margin as well as the wound base to prevent the edge effect whereby epithelium fails to migrate across a firm level granulation base. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? epithelium fails to migrate. എന്ന് പറയുന്നത് എന്താണ്? won't be able to grow across. മൈഗ്രേറ്റ് അക്രോസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. എന്താണ്? അതാണ് ഗ്രോ അക്രോസ്. മൈഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പകരമായിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുകയാണ്. അതിന് മുന്നോട്ട് അതിന്റെ മേളിലൂടെ ഗ്രോ ചെയ്യാൻ പറ്റില്ല എന്നുള്ള പറഞ്ഞിരിക്കുകയാണ്. അപ്പം എന്താണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? ടു മൈഗ്രേറ്റ് അക്രോസ് എ ഫേം ലെവൽ ഗ്രാനുലേഷൻ ബേസ്. അപ്പൊ ആൻസർ എന്ത് വരും? എപ്പിത്തീലിയം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അതിനകത്ത്? ടെക്സ്റ്റ് മുഴുവൻ സിനോണിമസ് ആണ്. അതാണോ ഡൗട്ട്? ഓക്കെ, സോ ഇതാണ് ആൻസർ. നിങ്ങൾക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ എടുക്കുന്നുള്ളവർക്ക് എടുത്തു വെക്കാം. ഓക്കെ, ഇവിടെ ആദ്യം കൺഫ്യൂഷൻ പറഞ്ഞു അല്ലേ? ഏത് ക്വസ്റ്റ്യൻ ആയിരുന്നു കൺഫ്യൂഷനാന്ന് പറഞ്ഞത്? നാലാമത്തെ ക്വസ്റ്റ്യനകത്ത് എന്താണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ? ഒത്തിരി പേര് അത് മിസ്റ്റേക്ക് വരുത്തിയൊരു സംഭവമാണ്. ദ നീഡ് ടു മോണിറ്റർ എ wound. ഒരു wound മോണിറ്റർ ചെയ്യേണ്ട ആവശ്യകത. ടൈപ്സ് ഓഫ് ഡ്രസ്സിങ്ങിൽ വരുമോ മോണിറ്റർ ചെയ്യുന്ന കാര്യം? ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡയബറ്റിക് ഫുട്ട് അൾസർ ആണെന്നാണ് A പറഞ്ഞിരിക്കുന്നത്. ടെക്സ്റ്റ് D പറഞ്ഞിരിക്കുന്നത്
ടൈപ്പ് ഓഫ് ഡ്രസ്സിങ്ങിനെ കുറിച്ചാണ്. അത് രണ്ടും വരില്ല എന്ന് 100% ഉറപ്പാണ്. ഇനിയുള്ള ഡെബ്രിറ്റ്മെന്റ് ഓഫ് ഡയബറ്റിക് ഫുഡ് അൾസറും ആപ്ലിക്കേഷനും പറഞ്ഞിട്ടുണ്ട്, ഡ്രസ്സിങ് ആപ്ലിക്കേഷനും. അപ്പം ദ നീഡ് ടു മോണിറ്റർ എ വൂണ്ട് എന്ന് പറയുമ്പോൾ മോണിറ്ററിന്റെ സെയിം വേർഡ് നിങ്ങൾക്ക് ഇൻസ്പെക്ഷൻ ആയിട്ട് അവിടെ ഉണ്ട്. അപ്പൊ അവിടെ കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. ചിലർക്ക് ഒരു ഡൗട്ട് തോന്നാം ഇതിന് സീലാണോ എന്നുള്ളത്, അല്ലെ? അപ്പോ സീലാണെങ്കിൽ അതിന്റെ സിനോണിമായിട്ട് ഒരു വേർഡ് അവിടെ ഉണ്ടാവണം. പക്ഷെ അത് നമുക്കുണ്ടോ? നിങ്ങൾ എപ്പോഴും എടുക്കുമ്പോൾ ഈ ഹെഡിങ് എടുത്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന സംഭവമേ ഉള്ളൂ. ഇൻസ്പെക്ഷൻ ഓഫ് ഡ്രസ്സിങ്, അത് ഇൻസ്പെക്ട് ചെയ്യണം. ദ നീഡ് ടു മോണിറ്റർ എ വൂണ്ട്. അപ്പം അവിടെ പോയി നോക്കുക. ഇനി അത് നോക്കി അഥവാ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ആ ക്വസ്റ്റ്യൻ അവിടെ ലീവ് ചെയ്യുക, അടുത്ത ക്വസ്റ്റിലേക്ക് മൂവ് ചെയ്യുക. നിങ്ങളുടെ 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഇവിടെ വരിക. വന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, സിയിലാണോ ബിയിലാണോ എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് സ്കാനിങ് ചെയ്യാം. ഞാൻ ഇന്നലെ പറഞ്ഞു സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. മോസ്റ്റ് ഓഫ് ദ ടൈം നിങ്ങൾ ചെയ്യേണ്ട സ്കിമ്മിങ് ആണ്. 99% നിങ്ങൾ ചെയ്യേണ്ടത് സ്കിമ്മിങ് മാത്രമാണ്. ഒരു 1% ചാൻസ് മാത്രമേ ഉള്ളൂ സ്കാൻ ചെയ്ത് നോക്കേണ്ടത്. അതായത് ഇപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്ന് ചിലർക്ക് ഡൗട്ട് വന്നു, അതിൽ എന്താ പറയുന്നത്, ഒരു 90% ആൾക്കാർക്കും ഡൗട്ട് വരാൻ സാധ്യതയില്ല. ഇനി ആ 10% ആൾക്കാർക്ക് ഡൗട്ട് തോന്നാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ അവിടെ ലീവ് ചെയ്യുക, അടുത്ത ടെക്സ്റ്റിലേക്ക് പോവുക, ക്വസ്റ്റിലേക്ക് പോവുക, ലാസ്റ്റ് വന്നത് ചെയ്യുക. ആ സമയത്ത് നിങ്ങൾക്ക് ഈ 2 ടെക്സ്റ്റും ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കി ആൻസർ ഐഡന്റിഫൈ ചെയ്യാം. ഫൈൻ. പക്ഷെ നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ ഇതിന്റെ ആ ഒരു മീനിങ്ങിൽ വരുന്ന സംഭവം അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ. ഇനി പറഞ്ഞു ഹൗ ഗുഡ് എ ഡ്രസ്സിംഗ് ഇസ് അറ്റ് സോക്കിംഗ് എ ഫ്ലൂയിഡ്. ഇതിൽ 6ാമത്തെ ക്വസ്റ്റ്യൻ തെറ്റിപ്പോയത്. ഇവിടെ ഡ്രസ്സിങ്ങിന്റെ കാര്യവും സോക്കിംഗ് എ ഫ്ലൂയിഡും പറഞ്ഞിട്ടുണ്ട്. ഡ്രസ്സിങ്ങിന്റെ കാര്യം നമ്മൾ എവിടെയാ പറയുന്നത്? മറ്റേത് ആപ്ലിക്കേഷനും ഇൻസ്പെക്ഷനും മാത്രമേ പറയുന്നുള്ളൂ. ടൈപ്പ് ഓഫ് ഡ്രസ്സിങ്ങിലാണ് സോക്കിംഗ് എ ഫ്ലൂയിഡിന്റെ കാര്യമൊക്കെ വരുന്നത്. അപ്പൊ അത് ഏത് ടെക്സ്റ്റിലാണ് വരിക? ഇതാണ് സിയോ. ഓക്കെ, യെസ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും സ്ലൈഡ് നിങ്ങൾക്ക് കാണേണ്ടതായിട്ടുണ്ടോ? സോ നമ്മൾ നമ്മുടെ റീഡിംഗ് പാർട്ട് എ കംപ്ലീറ്റ് ചെയ്തത് 10 minutes 30 seconds കൊണ്ടാണ്. സോ ഇതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ് ഈസ് പോസിബിൾ. ഓക്കെ. ഏതെങ്കിലും സ്ലൈഡ് നിങ്ങൾക്ക് കാണാനായിട്ടുണ്ടോ? ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കുക. സ്ക്രീൻ ഷെയർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഷെയർ ചെയ്യുന്നതല്ല. ഞാൻ പറയുന്ന കേൾക്കുന്നില്ല ആർക്കും? ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? ഏതാ? 15. 15ഓ? 15. Check that dash will still go on after the dressing has been applied. ഡ്രസ്സിങ് അപ്ലൈ ചെയ്തതിന് ശേഷവും എന്തോ ഒരു സംഭവം ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ നോക്കിക്കേ, അവോയ്ഡ് ബാൻഡേജ്. അപ്പൊ അവോയ്ഡിൽ വരില്ല അല്ലെ, ചെക്ക് ചെയ്യാനല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പം മറ്റെന്താ പറയുന്നത്, നിങ്ങൾ അവോയ്ഡ് ചെയ്യാന്നുള്ളൊരു മീനിങ്ങിലുള്ള വാക്കേ അവിടെ വരത്തുള്ളൂ. ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഉണ്ടെന്ന് ഉറപ്പ് വരുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒന്നും അവോയ്ഡ് ചെയ്യാനല്ല. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കണം, ഈ അവോയ്ഡുകളെല്ലാം നിങ്ങൾക്ക് മാറ്റി നിർത്താം. യൂസ് നോക്കാം. ഓക്കെ, യൂസ് അപ്രോപ്രിയേറ്റ് ടെക്നിക്സ്. ഓക്കെ, അതിനകത്തൊന്നും പറയുന്നില്ല. അടുത്ത എൻഷുർ വൂണ്ട് സ്പേസ് ഇസ് എലിമിനേറ്റഡ്. അത് വൂണ്ട് സ്പേസിന്റെ കാര്യം വൂണ്ട് സ്പേസ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത നോക്കാം. റിമെമ്പർ ദാറ്റ് ഫുട്വെയർ നീഡ്സ് ടു ബി അക്കോമഡേറ്റ് എനി ഡ്രസ്സിംഗ്. അപ്പം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ചെക്ക് ദാറ്റ് ഡാഷ് വിൽ സ്റ്റിൽ ഗോ ഓൺ. എപ്പോഴും ഉണ്ടായിരിക്കണം, കൂടെ മുന്നോട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കി, റിമെമ്പർ ദാറ്റ് ഫുട്വെയർ നീഡ്സ് ടു അക്കോമഡേറ്റ് എനി ഡ്രസ്സിംഗ്. ഇനിയിപ്പോൾ ഏത് ഡ്രസ്സിംഗ് ആണെങ്കിലും ഫുട്വെയർ ഇടണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ആൻസർ ഫുട്വെയർ എന്ന് വന്നത്. ആര്യ മാം, ക്വസ്റ്റ്യൻ നമ്പർ 19 ഒന്നുകൂടെ പറയാമോ? ഓക്കെ, 19. ടു മെയിൻറ്റെയിൻ ഗുഡ് ബ്ലഡ് ഫ്ലോ ലീവ് ഡാഷ് ഫ്രീ ഓഫ് ടൈറ്റ് ബാൻഡേജസ്. നിങ്ങൾ നല്ലൊരു ബ്ലഡ് ഫ്ലോ കിട്ടാനായിട്ട് നിങ്ങൾ എന്തോ ഒരു സംഭവം ടൈറ്റ് ബാൻഡേജ് ചെയ്യരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രീ ഓഫ് ടൈറ്റ് ബാൻഡേജസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ യു നീഡ് ടു അവോയ്ഡ് യൂസിങ് ടൈറ്റ് ബാൻഡേജസ് എന്നുള്ളതാണ് മീനിങ് വന്നിരിക്കുന്നത്. സോ നേരെ അവോയ്ഡിലോട്ട് പോവുക. ഓക്കെ, സോ ടെക്സ്റ്റ് ബി പോവുക, അവോയ്ഡ് എന്താ സംഭവം നോക്കുക, അവിടെ ചെല്ലുമ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കുക. സോ അവോയ്ഡ് ആദ്യം തന്നെ മൊത്തത്തിൽ ഇങ്ങനെ നോക്കി പോകും അവോയ്ഡിന്റെ കാര്യം. ഇവിടെ 3 കാര്യങ്ങളാണ് അവോയ്ഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേത് അവോയ്ഡ് ബാൻഡേജിങ് ഓവർ ടോസ് as this may cause a tourniquet ഇഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ ടോസ് അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് ടൂർണിക്കറ്റ് എഫക്റ്റിന് കാരണമായേക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താണ്, അത് ടൈറ്റ് ആണ്. ടൂർണിക്കേറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്താണ് ടൂർണിക്കേറ്റ്? നമ്മൾ ക്യാനിൽ ഇടുമ്പോഴും അല്ലെങ്കിൽ ബ്ലഡ് എടുക്കുമ്പോഴും ഒക്കെ നമ്മൾ ടൂർണിക്കേറ്റ് വെച്ച് ടൈറ്റ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഫക്റ്റ് അവിടെ ഉണ്ടാവുന്നത്? ടൈറ്റനിങ് ആണ് അവിടെ ഉണ്ടാവുന്നത് അല്ലെ? നമുക്ക് വേവിനെല്ലാം വിസിബിൾ ആവുകയും ബാൻഡേജ് ടൈറ്റ് ആവുകയാണ്. അവിടെ ഒരു ടൈറ്റ് ബാൻഡേജിങ് ഇഫക്റ്റ് ആണ് അവിടെ ഉണ്ടാവുന്നത്.
സോ അതിന് പകരം അവർ യൂസ് ചെയ്തിരിക്കുന്ന വേർഡാണ് ഇവിടെ ടൂർണിക്കേറ്റ് ഇഫക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ എന്താണ് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോസ് ആണ്. കാര്യം ഇവിടെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേ വ്യക്തമാണ് നമ്മൾ എന്തോ ഒരു ബോഡി പാർട്ടാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത്, അല്ലെ, ലീവ് ചെയ്യേണ്ടത്. അല്ലാതെ വേറൊന്നും ഫുഡ് ഡ്രസ്സിങ് ചെയ്യുമ്പോൾ നമ്മൾ ലീവ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, അല്ലേ? താങ്ക് യു. ഇനി ഏതെങ്കിലും പറയാനുണ്ടോ? എന്ന് പറയുന്നു. ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ, പറയൂ. വെയിറ്റ് ചെയ്യുക എല്ലാരും. എന്താണ് 16 എന്ന് പറയുന്നു. 16. The dressing should follow the shape of the wound so that there is no dash. അപ്പോൾ ഡ്രസ്സിങ് ഷേപ്പ് അനുസരിച്ച്, wound-ന്റെ ഷേപ്പ് അനുസരിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഒരു സംഭവം അവോയ്ഡ് ചെയ്യാം എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. എന്തോ ഒരു സംഭവം ഇല്ലാതാക്കാം എന്നുള്ളതാണ്. there is no എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. അപ്പൊ നോക്കുക, ഡ്രസ്സിങ് ഷുഡ് ഫോളോ ദ ഷേപ്പ് ഓഫ്. അപ്പൊ നമ്മൾ എൻഷുർ ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ റിമെമ്പർ ചെയ്യേണ്ട എന്തോ ഒരു സംഭവമാണ്. സോ ഇവിടെ നോക്കുക, നമ്മൾ മേക്ക് ഷുവർ ചെയ്യേണ്ട എന്ത് കാര്യമാണ്? മേക്ക് ഷുവറിന് വരെ ഇവിടെ എൻഷുവർ, ഒരു എൻഷുവർ ചെയ്യേണ്ട കാര്യം, എൻഷുവർ വൂണ്ട് ഡെഡ് സ്പേസ് ഈസ് എലിമിനേറ്റഡ്. ഡെഡ് സ്പേസ് ഉണ്ടാവാൻ പാടില്ല. യൂസ് എ ഡ്രസ്സിംഗ് ദാറ്റ് കൺഫോംസ് ടു ദ കോണ്ടേഴ്സ് ഓഫ് ദ വൂണ്ട് ബെഡ്. അപ്പൊ നിങ്ങൾ ഡ്രസ്സിംഗ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വൂണ്ടിന്റെ ഷേപ്പ് അനുസരിച്ചിട്ടുള്ള ഡ്രസ്സിംഗ് തന്നെ എടുക്കുക, നോക്കിയിട്ട് കൺഫേം ചെയ്തിട്ട് എടുക്കുക. സോ ദാറ്റ് അത് നല്ല കറക്റ്റ് ആയിട്ടിരിക്കും, അതിൻ്റെ ഇടയിൽ ഡെഡ് സ്പേസുകളൊന്നും ഉണ്ടാവില്ല എന്നാണ് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. ഡ്രസ്സിങ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ആ ഷേപ്പ് അനുസരിച്ച് ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദാറ്റ് there is no dead space. ഓക്കെ, എലിമിനേഷൻ അതിന് വരാണ് ആ നോ എന്ന് വന്നിരിക്കുന്നത്. ഫൈൻ, ക്ലിയർ ആണോ? ഓക്കെ, so let's empower others and learn together. Okay, so നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ കൊടുക്കുക. പഠിച്ച കാര്യം നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്നുള്ള കാര്യം നിങ്ങൾ മെയിൻ പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യുക. നിങ്ങളോട് ഡൗട്ട് ചോദിക്കുന്ന ആർക്കെങ്കിലും അത് പറഞ്ഞു കൊടുക്കുക. ഫൈൻ, താങ്ക് യു.